ഇതുവരെ നമ്മൾ ഗോസിപ്പ് എന്ന് വിളിച്ച് വളരെ ലൈറ്റായിട്ട് കണ്ടിരുന്ന, ഗോസിപ്പ് എന്നുള്ള നിലയ്ക്ക് കണ്ടിരുന്ന ഒരു കാര്യത്തിന് പ്രത്യേകമായിട്ടുള്ള വേറൊരു സ്റ്റേറ്റസിൽ നമ്മൾ കാണാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ റെപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അലയൊലികളുണ്ടല്ലോ, അത് ഒരു മുൻനിരയിൽ നിന്നിട്ടുള്ള ഈ ആണധികാരത്തിൻ്റെ ആൾക്കാരെ ഒരടിക്ക് നിശബ്ദരാക്കി കളഞ്ഞു എന്ന് പറയുന്നതാണ് അവർക്ക് കിട്ടിയ ഷോക്ക്. ഒരു തെറിവാക്കായിട്ട് ഫെമിനിച്ചി എന്ന് വിളിക്കുകയും അത് WCCയിലെ സ്ത്രീകളാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പം കൃത്യമായിട്ട് നമ്മളുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊരു ടെക്നീഷ്യൻ്റെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടെക്നീഷ്യൻ്റെ ജോലി ചെയ്യുക എന്ന് മാത്രമാണ്. അല്ലാതെ സിനിമയിലേക്ക് അവൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ അവൈലബിൾ ആണ് എന്നർത്ഥമില്ല. ഡൈജസ്റ്റ് ചെയ്യാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആവരുത്. അത് ഈ നാട്ടിലെ നിയമം അനുവദിക്കുന്നില്ല. ഇരകളുടെ പേര് പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഹോൾ റിപ്പോർട്ട് ഇൻവാലിഡായിട്ട് കബേർഡിനകത്ത് വെക്കണം എന്നല്ലല്ലോ. മീഡിയയ്ക്ക് അറിയില്ല, ആരെ വിളിക്കണം എന്നറിയില്ല, ഇവർ എന്താണ്, ഇവർ ഫേസ്ബുക്ക് കൂട്ടായ്മയാണോ, ഇത് രജിസ്റ്റേർഡ് ആണോ, ഇവർ ഓഫീസ് എവിടെയാണ്, പ്രസിഡൻ്റ് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടതില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശീലമില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കണ്ട് ശീലിക്കാം. കാരണം ഹൊറിസോണ്ടലായിട്ടും ഒരു സ്ട്രക്ചർ പോസിബിളാണ്. അത് വളരെ ഫീമെയിലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇത് ഒക്കെ പുറത്തു കൊണ്ടുവന്നവരോ സ്വന്തം വിഷമങ്ങൾ കരഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞവരൊന്നും മലയാള സിനിമയെ ടാണിഷ് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. കാരണം റിപ്പോർട്ടിൽ പല ഭാഗങ്ങളിലാണ് ഇത് ജനറലൈസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ടു ഓൾ എന്ന എല്ലാ ഭാഗങ്ങളിലും അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വിനയ് ഫോർട്ട് അവിടെ നിന്നുകൊണ്ട് ചെയ്യേണ്ട ദൗത്യം തന്നെയാണ് ചെയ്തത്. എന്താണോ വിനയ് ഫോർട്ട് ആ സിനിമയിൽ ചെയ്ത വേഷം അത് തന്നെ അയാൾ എനാക്ട് ചെയ്യായിരുന്നു ജീവിതത്തിൽ. ഒരു പത്രസമ്മേളനത്തിൽ ആ പേരിനെ മറക്കാൻ പറ്റുള്ളൂ, ആ പേര് റദ്ദാക്കാൻ പറ്റില്ല. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയായിട്ട് നാളത്തെ റിസർച്ച് സ്കോളേഴ്സ് എടുത്ത് വായിച്ച് പഠിക്കാൻ പോകുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ പേരുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അത് പറഞ്ഞ് തുടങ്ങാനാവും. കാരണം ചെറിയ ശ്രമമായിരുന്നില്ല. ചെറിയ ഒരു സൗഹൃദ ഗ്രൂപ്പ് പോലെ തുടങ്ങി പിന്നീട് അത് സിനിമയിലെ അനീതിക്കെതിരെയുള്ള വലിയൊരു സ്ത്രീ ശബ്ദമായി മാറുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിലേക്ക് ഉയരുമ്പം അവർക്ക് നേരിടേണ്ടി വന്നത്, അതിലെ അംഗങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ചെറിയ കാര്യങ്ങളെ ആയിരുന്നില്ല. അവരുടെ തൊഴിൽ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയായിരുന്നു. അവർക്ക് പൊരുതേണ്ടത് വലിയൊരു ആഭാസ പടയോടായിരുന്നു. ഇതിനെയൊക്കെ തരണം ചെയ്ത് അവർ ഇന്നൊരു റിസൾട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വരാനും ഏറെ കാത്തിരിക്കേണ്ടി വന്നു. എന്നിരുന്നാലും വലിയ സന്തോഷം കമ്മീഷൻ പുറത്തു വന്നു എന്നുള്ളത്. തുടക്കം തൊട്ട് അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ഈ പറഞ്ഞ തെറിവിളികളും ആരോപണങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പുറത്തു വരണമെന്ന് ഒറ്റക്കെട്ടായി നിന്ന് ദീദി അടക്കമുള്ള കുറച്ച് സ്ത്രീകൾ നടത്തിയ ശ്രമം തന്നെയാണ് ഈ റിപ്പോർട്ടെന്ന് അത്രയും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. സർക്കാർ പിന്നീട് വന്നതാണ് അതിലേക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ സർക്കാരിനെ സമീപിച്ചപ്പോൾ സർക്കാർ അനുകൂല നിലപാടെടുക്കുകയും ഒരു കമ്മീഷൻ വരണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും അതിന് മുന്നിട്ടിറങ്ങാൻ ആളുകൾ വേണമായിരുന്നു. അത് കുറച്ച് സ്ത്രീകളായിരുന്നു എന്നുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്കുണ്ട്. ആ സന്തോഷം കൂടെ പങ്കുവെക്കുന്നു. എനിക്കറിയേണ്ടത് ഈ റിസൾട്ട് വന്നപ്പോൾ എന്താണ് WCCക്ക് തോന്നിയത് എന്നുള്ളത്. ഇത് സത്യത്തിൽ വലിയൊരു ടാസ്ക് അല്ല സനിത. അതായത് നമ്മൾ പണ്ടേ പറയുന്ന ഈ പാട്രിയാർക്കി നിലനിൽക്കുന്നത് നമ്മളെല്ലാവരും അനുസരിക്കുന്നുണ്ടാണ്. നമ്മൾ ചാരിക്കൊടുക്കുന്ന തൂണുകളെ മേലെയാണ് ഇത് അതിൻ്റെ ഉയരങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. നമ്മൾ വിഡ്രോ ചെയ്താൽ മതി, അപ്പം തകർന്നു വീഴുന്നതാണ് ഈ കൊട്ടാരം എന്ന് പറയുന്നത്. അത് ഈ വിഡ്രോ ചെയ്യൽ അത്ര എളുപ്പമല്ല. പക്ഷെ അതിന് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ടതില്ല. നമ്മൾ ഈൽഡ് ചെയ്യാൻ റെഡിയല്ല എന്ന് ഒരു അടുക്കളയിൽ ഇരുന്ന് പതുക്കെ ഒരു സ്ത്രീ പറഞ്ഞാലും അത് കൊളാപ്സ് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
അപ്പം അതല്ലാതെ സ്ത്രീകൾ അങ്ങനെ ചേർത്ത് നിർത്താൻ പാടില്ലാത്ത ഈ ഫീമെയിൽ സോളിഡാരിറ്റി ഇല്ലാതിരിക്കാനുള്ള സകല മിഷനറിയും നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം നമ്മളെല്ലാവരും പാട്രിയാർക്കിൻ്റെ തന്നെ മക്കളാണ്. അതേ സമയത്ത് നമുക്ക് സിസ്റ്റർഹുഡും ഉണ്ട്. അങ്ങനെ നമ്മൾ ഹാൻഡ്സ് ഹോൾഡ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം വരുമ്പം ആക്ച്വലി റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. മാത്രമല്ല വലിയൊരു കോൺഫിഡൻസും ഉണ്ടാവുന്നുണ്ട്. കാരണം ചില ഫൈറ്റുകൾക്കൊക്കെ അത് സാർത്ഥകമായി, നമ്മുടെ പണികൾക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടായി എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊരു ബിഗിനിങ് ആണല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ. പിന്നെ അതിലൊരു എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് കാണുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, ഇതിലെന്താണ് ഇപ്പോൾ ഒരു പുതിയ കാര്യമുള്ളത് എന്ന് ചോദിക്കും. അതിൽ ഏറ്റവും പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ ഗോസിപ്പ് എന്ന് വിളിച്ച് വളരെ ലൈറ്റായിട്ട് കണ്ടിരുന്ന, ഗോസിപ്പ് എന്നുള്ള നിലയ്ക്ക് കണ്ടിരുന്ന ഒരു കാര്യത്തിന് പ്രത്യേകമായിട്ടുള്ള വേറൊരു സ്റ്റേറ്റസിൽ നമ്മൾ കാണാൻ തുടങ്ങുകയാണ്. അതിൻ്റെ പുതുമ അതാണ്. ഈ കേട്ട ഇതിൽ വായിച്ച കഥകളൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു എന്നാണ് പറയുന്നത്. ചിന്തിക്കാത്തത് കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അതൊരു കമ്മീഷൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു റിപ്പോർട്ട് തരുന്നതും ഞാനും നിങ്ങളും പരസ്പരം ഇരുന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അതിന് ഗോസിപ്പ് എന്നാണ് വിളിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊരു ക്രൈമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നും, അതങ്ങനെ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കേണ്ട ഒന്നാണ് എന്നുള്ളതുമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഇത് റിപ്പോർട്ട് പുറത്തു വരുമ്പം. എന്നിട്ടും നമുക്കറിയാം എന്തൊക്കെ മെക്കാനിസങ്ങളാണ് അത് മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി നടന്നത് നമുക്കറിയാം. പക്ഷെ അപ്പോഴും ഫൈനലി അത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് റദ്ദാക്കി കളയാൻ പറ്റില്ല, മായ്ച്ചു കളയാൻ പറ്റില്ല. പിന്നെ സിനിമ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ്. സിനിമ ഈ സോ കോൾഡ് തൊഴിലിടമായിട്ട് വിവരിക്കാൻ പറ്റാത്തതാണ്. ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല, ഇതെന്തോ ഒരു ക്രിയേറ്റീവ് ഏരിയ ആണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും നടത്താൻ ഈ നിയമ വ്യവസ്ഥിതിയെ ഒന്നും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പണിയെടുക്കാൻ പാടില്ല, അത് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ രാജ്യത്ത് നിയമാനുസൃതമല്ലാത്ത ഒന്നിനും ഫങ്ഷൻ ചെയ്യാൻ പാടില്ലല്ലോ. സിനിമയ്ക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാൻ പറ്റുക? പിന്നെ അതിലുണ്ടായ അതെന്ത് വലിയ പ്രശ്നമായിരുന്നു എന്നുള്ളത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ റെപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അലയൊലികളുണ്ടല്ലോ, അത് ഒരു മുൻനിരയിൽ നിന്നിട്ടുള്ള ഈ ആണധികാരത്തിൻ്റെ ആൾക്കാരെ ഒരടിക്ക് നിശബ്ദരാക്കി കളഞ്ഞു എന്ന് പറയുന്നതാണ് അവർക്ക് കിട്ടിയ ഷോക്ക്. അതായത് നമ്മൾ ഇതൊന്നും ഫുൾ ബൈൻഡിങ് ഒന്നും അല്ല. നമ്മളെല്ലാവരും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ലാബ്സസ് എവിടെയാണ്, എന്തെങ്കിലും ഒമിഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഇതിനെങ്ങനെയൊക്കെ ഇതല്ലാത്ത രീതിയിൽ പറയാൻ പറ്റും. പ്രത്യേകിച്ച് WCC തന്നെ സഖിയായിട്ട് ചേർന്നിട്ട് ഇതേപോലൊരു വലിയ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാതെ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഏതൊക്കെ നിലയ്ക്കാണ് അതൊരു ഇംപ്രൂവ്ഡ് വേർഷൻ ആവുന്നത്, അതുകൊണ്ടായി ലാബ്സസ് ഏതൊക്കെയാണ്. പിന്നെ ഇതിൽ തന്നെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. ആ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ ഈ റിപ്പോർട്ട് തരുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള വളരെ ഡീപ്പ് ലെവലിൽ നമ്മളിതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ആസ് സച്ച് വലിയൊരു സക്സസ് ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കരടുകളുണ്ട്. സ്ത്രീകളെ വസ്ത്രധാരണത്തെ പറ്റി അതിലൊരു മെമ്പർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ അതൊക്കെ നമ്മൾ മറികടക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഇവിടെയുള്ള സിനിമയിലെ തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്ന, സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുകയും അതിൻ്റെ മേലെ ആഘോഷങ്ങൾ വൺ ആഫ്റ്റർ ദ അതർ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ വലിയേട്ടന്മാർക്കും മിണ്ടാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും വലിയ ഒരു സംഭവമാണ് ആക്ച്വലി ഇത് നമ്മൾ നടത്തിയെടുത്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതിൽ ഈ WCC എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ക്രെഡിറ്റ് പറയുന്നില്ല. അത് സമാന മനസ്കരായിട്ടുള്ള കുറേ ആൾക്കാർ ഒരുവിധം ഒരേ വഴിയിലൂടെ സഞ്ചരിച്ച, ആ കൂട്ടത്തിൽ ധൈര്യം ഉണ്ടായിരുന്നവർ, അത്ര ആൾക്കാരാണ് ഇത് സാധ്യമാക്കിയത്. അത് തുടങ്ങുന്നത് ഏറ്റവും ആദ്യം എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാനുള്ളതല്ല. പ്രത്യേകിച്ച് നമുക്ക് മറ്റ് അതിജീവിതകളെ പറ്റി പറയുന്ന പോലെ പേരില്ലാതെ മുഖമില്ലാതെ പറയാൻ പറ്റില്ല. ഏതോ ഒരു സൂര്യനെല്ലി പെൺകുട്ടി അല്ല. പറയുമ്പോൾ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ അവരുടെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ഐഡൻറ്റിറ്റി അവിടെ ഉണ്ട്. അങ്ങനെ ഒരാൾ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ചരിത്രം രണ്ടായിട്ട് മാറുന്നത്, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ്
അത് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരും ദിസ് ഇസ് നോട്ട് ജസ്റ്റ് റൈറ്റ് എന്ന് തോന്നുന്ന ആൾക്കാരും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്നതും സർക്കാരിനെ സമീപിക്കുന്നതും പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും. പക്ഷെ ഈസി ജേണി ഒന്നും അല്ലായിരുന്നു. നമുക്കറിയുന്നതല്ലേ, ഒരു സമരത്തിൽ നമ്മൾ ബലിയാവുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. പിന്നെ മാത്രമല്ല അതൊരു ചീത്തവാക്ക് പോലുമായിരുന്നു. WCC എന്ന് പറയുന്ന WCCക്കാരെ മുഴുവൻ വിളിച്ചിരുന്ന വാക്ക് പോലും ഫെമിനിച്ചി എന്നാണ്. അപ്പം ഫെമിനിസം ഒരു ചീത്ത വാക്കാണല്ലോ. അതേപോലെ ഇത് തീർച്ചയായിട്ടും WCC എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഫെമിനിസ്റ്റ് എൻഡവർ തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു രണ്ടാമതൊരു വാക്കില്ല. അത് എങ്ങനെയാണ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെയാണ് സ്ത്രീയുടെ അവകാശങ്ങളെ പറ്റിയും സ്ത്രീക്ക് ഡിഗ്നിറ്റി വേണമെന്നൊക്കെ പറയുന്നത് ഫെമിനിസം ആണെങ്കിൽ ഇത് ഒരു ഫെമിനിസ്റ്റ് ആക്ടിവിറ്റി തന്നെയാണ്. ഇതിൽ അവർ വിളിച്ച പേര്, അങ്ങനെ ഒരു പേര് WCCക്കാർക്ക് വന്നപ്പോഴാണ് കറക്റ്റായിട്ടുള്ള കോഡലാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് എന്നും കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും അത് സ്വീകരിച്ചത്. കാരണം ഫെമിനിച്ചി എന്ന് പറഞ്ഞത് താങ്ങാൻ പറ്റാത്തതാണല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സൈലൻസ് കാണുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് അത് ശരിക്കുമുള്ള റിപ്പോർട്ട് വരില്ല, അതൊരു വലിയ അവർക്കൊരു അടിയാണ് എന്ന് പറയുന്ന പോലെയാണ് ഒരു തെറിവാക്കായിട്ട് ഫെമിനിച്ചി എന്ന് വിളിക്കുകയും അത് WCCയിലെ സ്ത്രീകളാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പം കൃത്യമായിട്ട് നമ്മളുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. ആ തെറിവാക്ക് അതിൻ്റെ ലക്ഷണമൊത്ത ഒരു ഫീഡ്ബാക്കായിരുന്നു അങ്ങനെ പറയുന്നു. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിപ്പോയ, തൊഴിൽ നഷ്ടപ്പെട്ട, പിന്നീട് ഒരിക്കലും വിളിക്കാത്ത അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിനെപ്പറ്റി അവർ അവെയർ അല്ലാതെ വന്ന് പെടുന്നതൊന്നുമല്ല. പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ തന്നെ വന്ന സ്ത്രീകളാണ്. നമുക്കെല്ലാവരും നമ്മൾ കൂടെ നിന്ന ആൾക്കാരാണ്. നേരത്തെ സനിതയ്ക്കുള്ള സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് ഇനിയിപ്പം നമ്മൾ പറയും സൈക്കിൾ മുട്ടി ചത്താലും കുഴപ്പമില്ല, കാരണം ഓൾമോസ്റ്റ് നമ്മളെന്തോ ഒരു ചെയ്ത മാതിരിയാണ്. അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം അത് ആ നിലയ്ക്കൊക്കെയാണ് അതിന് വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട ഒരു കലാകാരിയായിട്ട് വരുന്ന പെൺകുട്ടി അതിനു വേണ്ടി അവളുടെ ജോലിക്ക് വേണ്ടി വരുമാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പം എനിക്ക് കിടന്നു തരണം എന്ന് പറയുന്ന ഒരു ചുറ്റുപാട് ആളുകൾ എടുക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഈ ചോദ്യം മോഹൻലാലോ മമ്മൂട്ടിയോ പൃഥ്വിരാജോ ഇവിടുത്തെ ഫഹദോ ആരും കേട്ടിട്ടുണ്ടാവില്ല, ആരോടും ചോദിച്ചിട്ടുണ്ടാവില്ല. അവരൊരിക്കലും ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ അസാധ്യ അഭിനയമൊന്നും ആയിരുന്നില്ലല്ലോ അവരുടെ തുടക്കകാല സിനിമകൾ നമുക്കറിയുന്നത്. അതും പറയുന്നുണ്ട്, അതായത് അഭിനയിക്കാൻ അറിയുന്നവർക്ക് ഇതിന്റെ ആവശ്യം വരില്ല എന്നുള്ളത്. അപ്പോഴും ഇവരവിടെ നിൽക്കുകയാണ്. അതെ, ഇവരോട് ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ എൻ്റെ കൂടെ കിടക്ക്, ഞാൻ നിങ്ങൾക്ക് അഭിനയിക്കാൻ അവസരം തരാമെന്ന് ഇവരോട് ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ, അവരെ അഭിനയിക്കുകയാണല്ലോ. അതേ അവകാശം ഒരു സ്ത്രീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഭൂരിപക്ഷ ജനതയാണ് നമ്മുടെ ചുറ്റിലും എന്നുള്ളതാണ് ഏറ്റവും വലിയ ശാപം. അത് ഭയങ്കര ഔട്ട് ആൻഡ് ഔട്ട് പാട്രിയാർക്കലായിട്ടുള്ള ഒരു സമൂഹം ആയതുകൊണ്ടാണ്. അതെ, ഇവിടെ അതൊന്നും നടക്കൂല, സിനിമയ്ക്കകത്ത് നടക്കൂല, നിങ്ങൾ അങ്ങനെയൊക്കെ പരാതി പറഞ്ഞാൽ നിങ്ങൾക്ക് വേഷം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരോട് ആ കാലമൊക്കെ കഴിഞ്ഞല്ലോ. പണ്ട് നമ്മൾ പറയുന്ന പോലെ പണ്ട് പണിയെടുക്കുന്ന പെണ്ണുങ്ങളോടൊക്കെ ഉപയോഗിച്ചിരുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോടൊന്നും തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കാനൊന്നും പറ്റില്ല. കല്യാണം കഴിഞ്ഞ അന്ന് ആദ്യം തമ്പുരാന് കാഴ്ചവെച്ചിട്ട് മാത്രം ജീവിതം തുടങ്ങിയൊക്കെ ഒരു കേരളമാണിത്. ഇവിടെ നിന്നിട്ട് അതൊക്കെ പറ്റില്ല എന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരോട് പറയേണ്ടതുണ്ട്. നമ്മൾ മറ്റേത് തൊഴിലിടം പോലെ തന്നെയാണ് സിനിമ. അതിൽ എൻ്റെ ടാലന്റ് ആണ് നോക്കേണ്ടത്, അതിൽ മറ്റ് കോംപ്രമൈസസ് ഇല്ല. അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സിനിമയിൽ നിന്നും ഒഴിവാക്കും എന്ന് പറയും. ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സിനിമ എടുക്കും, അത്രയല്ലേ ഉള്ളൂ. സിനിമ ഏതെങ്കിലും ഒരാളുടെ സർക്കാർ അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി ഒന്നും അല്ലല്ലോ. അതെല്ലാവർക്കും സാധ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഡിജിറ്റൽ സിനിമ എടുക്കുന്ന കാലത്ത് വളരെ ഈസി ആയിട്ട് പറ്റുന്ന, അത് ഞങ്ങളുടെ സിനിമയാണ് എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് അവരെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അതല്ലാതെ എടുക്കാം. പിന്നെ അത് പറഞ്ഞപ്പം കൂടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു, നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സിനിമ വേണ്ട എന്ന് പറഞ്ഞ് നടന്നു പോകണമായിരുന്നു. അത് ആസ് ഇഫ് അതെന്തോ ഒരു അന്തസ്സുള്ള കാര്യമാണ് എന്നുള്ള മട്ടിൽ. നിങ്ങൾ ഈൽഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എന്തോ കാര്യം ചെയ്തു, നിങ്ങൾക്ക് അവസരം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈൽഡ് ചെയ്യാൻ തയ്യാറായി, അല്ലെങ്കിൽ അപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. എൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ അറ്റ്മോസ്ഫിയർ ഞാൻ പൊല്യൂട്ട് ചെയ്യും, സനിതയ്ക്ക് വേണമെങ്കിൽ ശ്വസിക്കണ്ട എന്ന് പറയുന്നതിന് സമാണ്. നിങ്ങൾക്ക് ആ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ചെയ്യാനാണ് അധികാരമില്ലാത്തത്.
നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളിവിടെ ശ്വസിക്കേണ്ട എന്ന് പറഞ്ഞാൽ സനിതയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ മരിച്ചു പോകും. അതെ, അത് അവരെ സംബന്ധിച്ച് അവരെ കരിയറിൻ്റെ ഡെത്താണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോ സിനിമയിൽ നിന്ന് പോയിക്കോളാൻ പറയാനൊന്നും പറ്റില്ല. ആ സിനിമ അയാളുടേതല്ല, ആ സിസ്റ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടേതല്ല. അയാൾക്ക് പൊല്യൂട്ട് ചെയ്യാൻ അതിന് അവകാശവും ഇല്ല. അപ്പം ഞാനിവിടെ ഇതൊക്കെ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ പോവാം എന്നല്ല. തെറ്റ് ചെയ്ത ആളുണ്ടെങ്കിൽ, ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, തെറ്റ് ചെയ്തിട്ടുള്ള ആളുണ്ടെങ്കിൽ അയാളാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടത്, അല്ലാതെ ആ സ്ത്രീയല്ല ഇറങ്ങിപ്പോണ്ടത്. അതെ അതെ. ഒന്നാമത് മീഡിയ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ ലൈംഗിക ചൂഷണം, കാസ്റ്റിംഗ് കൗച്ച്. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അതായത് സ്ത്രീ തൊഴിൽ ചെയ്യുന്ന ഒരിടത്തിൽ കിട്ടാത്തൊരു സുരക്ഷ അവർക്ക് എന്തൊക്കെ ഉണ്ട്. പിന്നെ അതില് സിനിമകളുടെ കണ്ടന്റിൽ വരേണ്ട ജെൻഡർ ഈക്വാലിറ്റി അത് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സിനിമയുടെ അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീയുടെ സാന്നിധ്യം ഉറപ്പാക്കണം എന്നുള്ളത്. വേറൊന്ന്, ഒരുപാട് സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്ന ഇടായതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീയുടെ സുരക്ഷ, സ്ത്രീക്ക് നല്ല ഭക്ഷണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ചർച്ച ചെയ്യാതെ ഇതിലേക്ക് മാത്രം ഫോക്കസ് പോവുകയും സൊസൈറ്റിയും അത് തന്നെയാണ്. പക്ഷെ അതിന്റെ കലയാണ് സിനിമ. അതായത് വോയറിസമാണല്ലോ അത്. നമ്മൾ വേറെ ആൾക്കാരെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന അതിൻ്റെ പേരാണല്ലോ, അതൊരു പ്ലഷർ ഉണ്ടാക്കുന്നത്. ഫിലിം തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ അതാണ്. ഈ വോയറിസ്റ്റിക് പ്ലഷർ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. സിനിമയോട് ഇത്ര ഭ്രമം ഉണ്ടാവാൻ കാരണം ഇരുട്ടത്ത് വേറെ ആരുടെയോ ജീവിതത്തിലേക്ക് നമ്മൾ സ്വയം കമ്മിറ്റ് ചെയ്യാതെ നമ്മൾ നോക്കുകയാണ്, അവരുടെ ബെഡ്റൂമിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക്. ആ വോയറിസത്തിൻ്റെ ആ കലാരൂപമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കലക്റ്റീവായിട്ടുള്ള വോയറിസമാണ് മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റില്ല, അവരതങ്ങനെ വോയറിസ്റ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ആരെ പറ്റി പറഞ്ഞു, ഈ പേര് ആരുടെയാണ്, പിന്നെന്തൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ള ക്യൂരിയോസിറ്റികളൊക്കെ സ്വാഭാവികമാണ്, അത് അവർക്കാവാം. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഇത്രയും പണം ചിലവാക്കി പുറത്തു വന്ന റിപ്പോർട്ടിൽ ബാക്കിയൊക്കെ സാറ്റിസ്ഫൈങ് ആയിരുന്നോ, ബാക്കി ടേംസൊക്കെ ഓക്കെ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നേരത്തെ ഇപ്പോൾ സനിത പറഞ്ഞ കണ്ടന്റിലെ സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞു, ഇതൊക്കെ തമ്മിൽ ഭയങ്കര കണക്റ്റഡാണ്. അതായത് ഞാൻ ഈ സിനിമയിൽ ഇപ്പം അത് റെഫറൻസ് ടെക്സ്റ്റൊക്കെ മീനാപിള്ള എഡിറ്റ് ചെയ്തൊരു ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് പഠിക്കാൻ എഴുതാൻ എന്നെ ഏൽപ്പിച്ചത് റേപ്പ് ഇൻ മലയാളം സിനിമ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. അത് നോക്കിയപ്പോഴാണ് ഞാൻ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നത്, മലയാള സിനിമേൻ്റെ ചരിത്രത്തിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരാൾ, റേപ്പിസ്റ്റിനെ നിയമപരമായിട്ട് ശിക്ഷിച്ചതായിട്ടില്ല. അതിൽ വേണമെങ്കിൽ നായകൻ അയാളെ പെങ്ങളെയോ ഭാര്യയൊക്കെ റേപ്പ് ചെയ്ത അയാൾ പോയിട്ട് പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലുകയൊക്കെ ചെയ്യും. പക്ഷെ വിചാരണ ചെയ്തിട്ട് ജയിലിലടക്കേണ്ട കുറ്റമാണ് റേപ്പെന്ന് മലയാള സിനിമ വിചാരിക്കുന്നില്ല. റെയർ എക്സെപ്ഷൻസ് ഉണ്ട്, പൊതുവേ ഇല്ല. പൊതുവെ അതിൻ്റെ ഒരു ധാരണ. പിന്നെ നിർബന്ധമായിട്ട് ആ സ്ത്രീ മരിക്കും. റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ സർവൈവ് ചെയ്യുന്നതും വളരെ അപൂർവമായിട്ടുള്ളത്. ഒരു ഡെക്കേറ്റിൻ്റെ അല്ല, മുഴുവൻ സിനിമ ചരിത്രത്തിൻ്റെ പ്രധാനമായും അവർ നിർബന്ധമായിട്ട് ആത്മഹത്യ ചെയ്യും. ഇതല്ല സിനിമ കാണിക്കുന്ന ഈ ഇസ്തറ്റിക് പ്ലഷർ ഉള്ളതല്ല റേപ്പ് എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇൻ്റർനാഷണൽ വിമൻ ഇത് വന്നിട്ടുണ്ടായിരുന്നു, കോൺഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ PGക്ക് പഠിക്കുക, ദേവഗിരിയിൽ വെച്ചിട്ടാണ്. അപ്പം എന്നെ ഏൽപ്പിച്ചൊരു പണി, ഈ റേപ്പ് വിക്ടിംസിനെ, ചെറിയ കുട്ടികൾ, അണ്ടർ ഏജ് കുട്ടികളെ റേപ്പ് ചെയ്ത് അവരെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. കാരണം ക്രൗഡ് നോൺ മലയാളിയായിരുന്നു. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ അവരെ റേപ്പിൻ്റെ എക്സ്പീരിയൻസ് പറയുകയും ഞാനത് മറ്റവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വാക്കിൽ കൂടെയും നമ്മളും യാത്ര ചെയ്യണം, സഞ്ചരിക്കണം. അപ്പോഴാണ് നമ്മൾ ഷോക്കിംഗ്ലി തിരിച്ചറിയുന്നത്, സിനിമയിൽ കാണുന്ന ഭയങ്കര സന്തോഷം തോന്നുന്ന, വേറെ തരം എക്സൈറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന, അതുവരെ നമ്മൾ ശീലിച്ച റേപ്പ് അല്ല റേപ്പ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് എന്ന് നമ്മൾ നേരിട്ടറിയുന്ന ഒരു സമയമാണ്. കാരണം അപ്പം നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യും, നനഞ്ഞ് കയറി വന്ന ഒരു സ്ത്രീ. അപ്പോൾ എന്താ പിന്നൊന്നും ആക്ട് ചെയ്യാത്തത് നമ്മൾ വിചാരിക്കും. ഇയാൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു നെക്സസ് ഉണ്ട് സിനിമയ്ക്കകത്ത്. ക്യാമറേൻ്റെ ആംഗിൾ അങ്ങനെയായിരിക്കും. ഈ സ്ത്രീ കയറി ഇങ്ങനെ വന്നാൽ പിന്നെ അവിടെ എന്തെങ്കിലും ചെയ്യണം, നമ്മൾ പ്രതീക്ഷിക്കുക, അങ്ങനെ എന്തെങ്കിലും നടക്കാനുള്ള നമ്മളെ കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യിപ്പിക്കുക, സ്ത്രീകളായിട്ട് പോലും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഈസ്തറ്റിക്സ് ഓൺ സ്ക്രീൻ വർക്ക് ചെയ്യുന്നത്. അതല്ല റേപ്പ് എന്നുള്ളതും അങ്ങനെയുള്ള അതൊരു മറ്റേതാണ്, നമ്മളെ കൊണ്ട് അതിനൊരു ലെജിറ്റിമൈസ് ചെയ്യിപ്പിക്കലുണ്ട്. സ്വാഭാവികമാണ്, നനഞ്ഞവൾ കയറി വന്നാൽ അയാൾക്ക് ചെയ്യാം,
അവൾ ഉറക്കെ കരഞ്ഞിട്ടില്ലല്ലോ, അവളൊന്ന് ഉറക്കെ കരഞ്ഞാലല്ലേ ഉണരാൻ പറ്റുള്ളൂ. തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, സമവാക്യങ്ങൾ, ആ സിനിമ തന്നെ, ഹിറ്റ്ലർ തന്നെ നമുക്കറിയാം. ആ ഏട്ടൻ ചെയ്യേണ്ടത് റേപ്പിസ്റ്റിനെ ഒരു വെള്ളക്കടലാസിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുന്നതിന് പകരം ഈ പെൺകുട്ടീൻ്റെ ഇരട്ടി വയസ്സുള്ള അവളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തലതോർത്തൻ ടവല് കൊടുക്കുന്നതിന് പകരം ആ കുട്ടിയെ റേപ്പ് ചെയ്തെങ്കിൽ അയാളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് നമ്മളെ ഹിറ്റ്ലർ ആയിട്ടുള്ള വലിയേട്ടന്മാർ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇത് തന്നെയാണ് സിനിമേൻ്റെ പുറത്ത്, ആ പരിസരത്തും അത് തന്നെയാണ് നമ്മൾ കണ്ടൻ്റായിട്ടും കാണുന്നത്. അപ്പം ഇത് ഭയങ്കര കണക്റ്റഡാണ്. ഇത് കണ്ടൻറ്റ് എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യം വരുന്നത് ഇവർക്ക് സ്ത്രീവിരുദ്ധമായിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ അതാണ് അവിടുത്തെ എൻവയൺമെൻറ്റ്. ആ ലൊക്കേഷനിൽ നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് തിരക്കഥയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല? അതാണ്. അപ്പോൾ കണ്ടൻറ് ആക്ച്വലി വളരെ കണക്റ്റഡാണ് ഇതുമായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെയാണ്, റേപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്ലഷർ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് വളരെ അപൂർവം സിനിമകളിലാണ് റേപ്പ് വേർഷൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ബാൻഡിറ്റ് ക്വീനിലൊന്നും റേപ്പ് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ബാക്കി എല്ലാത്തിലും ഒരു പൂവ് താഴെ വീഴുന്നു, അത് ചവിട്ടി അരച്ചു പോകുന്നു, ഒരു ബൂട്ടിട്ട കാല് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് താഴെ വീണു പൊട്ടി ഉടയുന്നു, ഇതാണ് കട്ടു അങ്ങോട്ടേക്കാണ് നമ്മൾ കാണിക്കുക. അത് പുറത്തേക്ക് വിടുന്ന കുറേ കാര്യങ്ങൾ, പൊട്ടിയ ഗ്ലാസ്സിന് തിരിച്ച് ഗ്ലാസിൻ്റെ സ്റ്റേറ്റസ് ഉണ്ടാവില്ല എന്നും, ആ റോസ് ബഡിനെ ചവിട്ടി അരച്ച് അല്ലെങ്കിൽ പിന്നീട് റോസ് ബഡ് ആവാൻ പറ്റില്ല എന്നും. പക്ഷെ നമുക്കറിയാം, മാധവിക്കുട്ടി പറഞ്ഞ പോലെ ഡെക്ടോൾ കൊണ്ട് കഴുകൽ തീരാവുന്ന ഒരു കാര്യമാണ് എന്നും, അവൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരേണ്ടതുണ്ടെന്നും, വന്നിട്ട് പോയിട്ട് പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് ആ ബൂട്ടിട്ട കാലുള്ള ആൾ ജയിലിൻ്റെ അകത്ത് കിടക്കണം എന്നും നമ്മൾ സിനിമ നമുക്ക് സന്ദേശമായിട്ട് തരാറില്ല. ഇത് ഉണ്ടിട്ടാണ് ഇവിടെയുള്ള ജനറേഷൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ നശിപ്പിച്ചു എന്നൊക്കെ മലയാള സിനിമയിൽ ഇതിന്റെ വാക്ക് കുറെ കാലം എന്നെ നശിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. ഇതിൽ ഈ അടുത്താണ് അതിനൊക്കെ ഒരു ചെറിയ മാറ്റം വന്നത്. പക്ഷെ അപ്പോഴും അടിസ്ഥാനപരമായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ല. ഞാൻ പുറത്തേക്ക് പറയും, അല്ലെങ്കിൽ എനിക്ക് നീതി കിട്ടണം എന്ന് ആ പെൺകുട്ടി എടുത്ത സ്റ്റാൻഡിനൊപ്പം നിന്നിട്ട് അങ്ങനെയാണ് WCC വരുന്നത്. അന്ന് തൊട്ടിട്ട് ഇന്ന് ചിലപ്പം ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരുന്നത് വരെ നേരിട്ട കുറേ പീഡനങ്ങളുണ്ട്. എനിക്ക് അറിയുന്നത് കുറേ ഉണ്ട്. എന്നെക്കാളും കൂടുതൽ അത്തരം കാര്യങ്ങൾ ദീദിക്കായിരിക്കും. അതിലെ അംഗങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള, അതിലെ അംഗങ്ങൾ ഒരു FB പോസ്റ്റ് ഇട്ടാൽ പോലും അതിനടിയിൽ വന്നിട്ട് കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ്. ഈ ആക്രമകാരികൾ എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും അവരുടെ കമന്റുകൾ കാണുമ്പോൾ. ഇതൊരു പ്ലാൻഡ് ആണോ? അന്ന് തൊട്ടിട്ട് ഇന്ന് ഈ ഹേമ കമ്മീഷൻ പുറത്ത് വരുന്നത് വരെ നിങ്ങൾ കടന്നുപോയൊരു സാഹചര്യം ഉണ്ടല്ലോ, അതത്ര എളുപ്പമായിരുന്നില്ല എന്ന് ദീദി മുന്നേ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു സിനിമയിലെ അവസരങ്ങൾ പോകുന്നത് ഒരു ഭാഗത്തുണ്ട്, അതിനപ്പുറത്തേക്ക് അതായത് നമ്മൾ ഈ ഫെമിനിസം ഒക്കെ പഠിപ്പിക്കാറുണ്ട്. ഫെമിനിസത്തിൽ പല തിയറികളുണ്ട്. കുറച്ച് അക്കാഡമിക്കായിട്ട് പറയാമെന്ന് വിചാരിക്കരുത്. അതായത് അതിൽ പല വേവ്സ് ഓഫ് ഫെമിനിസം ഉണ്ട്. അതൊക്കെ ക്ലാസ് റൂമിലെ ഒരു കോണ്ടെക്സ്റ്റിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യമല്ല എന്ന് ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി, ആണുങ്ങളെ പോലെ നമ്മളും ആവാൻ നോക്കി. അങ്ങനെ ഒരു വേവ് ഉണ്ട്. സെക്കൻഡ് വേവ് ആകുമ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ നോക്കി, അതാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. തേർഡ് വേവ് ആകുമ്പം നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. അതായത് ആ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതായത് അതിന് നമ്മൾ തിരിഞ്ഞു നിന്ന് മറുപടി പറയുന്നില്ല. നമുക്കിഷ്ടമുള്ള നമ്മൾ പറയുന്ന ജീവിതം നമ്മൾ ജീവിക്കുക ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഫെമിനിസ്റ്റ് അല്ല, നിങ്ങളത് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ, നിങ്ങളുടെ പേരിൻ്റെ കൂടെ നിങ്ങൾ അച്ഛൻ്റെ പേരുണ്ടോ, നിങ്ങൾക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ അറിയോ, ആകാശത്ത് കൂടെ ചാടാൻ അറിയോ, അതിനൊക്കെ നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞിരുന്നു. തേർഡ് വേവ് ആകുമ്പം നമ്മൾ മനസ്സിലാക്കുക അതിനൊന്നും കളയാൻ സമയമില്ല. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് WCC എന്ന് പറയുന്ന എക്സ്പീരിയൻസിൽ തേർഡ് വേവ് ഫെമിനിസം ഇൻ എക്സിക്യൂഷൻ നമ്മൾ കാണായിരുന്നു. അത് കുട്ടികളെ പഠിപ്പിച്ച ഒരു വിഷയം മാത്രമല്ല. കാരണം ആൾക്കാർ എന്ത് പറഞ്ഞാലും പലത് പറഞ്ഞിട്ടും ഓക്സ്ഫോർഡ് ആക്സെൻറ്റിൽ വർത്താനം പറയുന്ന കൊച്ചമ്മമാരാണ്. അതിൻ്റെ അകത്ത് എലീറ്റിസം ഉണ്ട്, അതുണ്ട്, പല വിധത്തിലും പറയും. ആര് പറഞ്ഞാലും അത് സ്ത്രീകൾ പറഞ്ഞാൽ പോലും അവർ അർഹിക്കുന്ന എല്ലാ തരം അവഗണനയും അല്ലാതെ, സഹതാപവും അല്ലാതെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും തോന്നാറേ ഇല്ല. ഒരു പ്രത്യേകിച്ച് സ്ത്രീയാണ് പറയുന്നതെങ്കിൽ നമുക്കപ്പം അറിയാം പാട്രിയാർക്കൽ ഏജൻസി സംസാരിക്കുന്നു. അത് ആ സ്ത്രീ സംസാരിക്കില്ല ഒരിക്കലും. ഒരു സ്ത്രീയെ കൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ പാട്രിയാർക്കൽ ഏജൻസിയാണ്. അവരൊരു ഏജൻസി ഏറ്റെടുത്തിട്ട്
അവർ പറയുന്നു. ആ സൗണ്ട് അതിൻ്റെ ആണ് എന്ന് അറിയാനും ഒരു സ്ഥലത്തും നിന്ന് തർക്കിക്കാനും അതങ്ങനെയല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരെവിടെ പോയി നമ്മൾ അതിന് ഉത്തരം പറയാൻ നിന്നിരുന്നെങ്കിൽ. ഇത് മാത്രമല്ല, മീഡിയയുടെ അറ്റാക്കും ഉണ്ടായിട്ടുണ്ട്. മീഡിയ വളരെ സപ്പോർട്ടീവാണ് എല്ലാ നിലയ്ക്കും. പക്ഷെ മീഡിയയും പലപ്പോഴും ചോദിക്കാറുണ്ട് ഇവരെവിടെ പോയി. അതെ, തീർച്ചയായിട്ടും. സിനിമയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം കാണുമ്പോഴും WCC എവിടെ, എന്തോ WCCന്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു ഇതെന്നുള്ളത്, അല്ലെങ്കിൽ പക്ഷെ അതിന് നമ്മൾ ആൻസറബിൾ അല്ല എന്നും, നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക തന്നെയാണ് വേണ്ടതെന്നും, അതൊരു ഈ പറഞ്ഞ തേർഡ് വേവിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് അതിന് ഈ റിസൾട്ട് ഉണ്ടാകുന്നത്. മറ്റേതിപ്പം ഓരോ വീട്ടിലെ സ്ത്രീയും ഇപ്പം പൊതുജീവിതമുള്ള സ്ത്രീകളെ മുഴുവൻ നമുക്കറിയാം എങ്ങനെയാണ് ടാണിഷ് ചെയ്യുക. അവരെ ആയുസ് മുഴുവൻ നിന്നിട്ട് അതല്ല എന്ന് പറയാൻ നിന്നാൽ അവർക്ക് ബാക്കിയൊന്നും ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അതിന് പകരം ഞാൻ അങ്ങനെയാണ്, ഞാൻ ലൂസാണ്, ഞാൻ എൻ്റെ കാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിക്കുകയും നമുക്ക് ഇഷ്ടമുള്ള പോലെ ലൈഫ് നമ്മളെ ടേംസിൽ ലിവ് ചെയ്യാനും നമുക്ക് പറ്റും. അതായിരുന്നു നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടായത്. ഇതിലൊരു എൻഡ് റിസൾട്ട് വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെ സിനിമയിൽ വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം സിനിമയിൽ അഭിനയിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊരു ടെക്നീഷ്യൻ്റെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടെക്നീഷ്യൻ്റെ ജോലി ചെയ്യുക എന്ന് മാത്രമാണ്. പാട്ട് പാടാൻ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാട്ട് പാടാൻ വരിക എന്ന് മാത്രമാണ്. അല്ലാതെ സിനിമയിലേക്ക് അവൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ അവൈലബിൾ ആണ് എന്നർത്ഥമില്ല. അർത്ഥമില്ല എന്ന് ഇവിടെ അറിയേണ്ടതുണ്ട്. അത് അങ്ങനെ അവൈലബിൾ അല്ലെങ്കിൽ നിനക്ക് വേഷവുമില്ല എന്ന് പറഞ്ഞാൽ അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ച്. അതുകൊണ്ടാണ് ഇത് റെലവൻ്റ് ആവുന്നത്. കൃത്യമായിട്ടുള്ള നാളെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അത് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടൊന്നും ആൾക്കാർക്ക് ഇനി നടക്കാൻ പറ്റില്ല. അവനവൻ നടത്തിയ വ്യഭിചാര കഥകളൊന്നും നമ്മളുടെ വലിയ വീരസ്യങ്ങളായിട്ടൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. അങ്ങനെ അത് വീരസ്യമല്ല എന്നും അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് എന്നും, ഞാൻ ഇത്തരം സ്ത്രീകളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്നുമൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പം നമ്മൾ പുറത്തേക്ക്, അതാണ് അതിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത്. അതാണ്. കുറച്ച് കാലമൊക്കെയാണ് അത് കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ ഇപ്പം കോടതി പറഞ്ഞത് എന്താണെന്ന് നമ്മൾ കേട്ടു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇവർക്ക് എന്തൊക്കെ പവർ യൂസ് ചെയ്താലും എനിക്ക് തോന്നുന്നു നീതിയുടെ പവർ ഉണ്ടല്ലോ, ശക്തി, അതിനൊക്കെ മേലെ തന്നെ ആയിരിക്കും. കുറേ പെർസിവറൻസ് വേണ്ടി വരും. നമ്മൾ അത്ര എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ അതെന്തായാലും അവിടെ കൊണ്ട് എത്തിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പരിഹാസങ്ങളും ഈ പറഞ്ഞ മറ്റേ സൈബർ അറ്റാക്കുകൾ അതൊക്കെ ചെയ്യുന്ന സമയത്തും ആരും വേവർ ചെയ്തിട്ടില്ലായിരുന്നു ഇതിൻ്റെ അകത്ത്. അവരിങ്ങനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് തകർന്നു പോകുന്ന ആയിരുന്നില്ല മുന്നിലെ കോസ് എന്ന് പറയുന്നത്. മുന്നിലെ കോസ് എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യേണ്ടത് ഒരു കൂട്ടം ആൾക്കാരോടല്ല. ഇവർ പറയുന്ന പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഫൈറ്റ് ഒരു സിസ്റ്റത്തിനോട് തന്നെയായിരുന്നു. അത് കുറേ ആൾക്കാരുടെ ഒരു മനോഭാവത്തിനോടായിരുന്നു, ആൾക്കാരുടെയൊക്കെ പൊതുബോധത്തിനോടായിരുന്നു. അതായിരുന്നു റിയൽ ഫൈറ്റ്. ഈ 15 ആൾ ആരാന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഹാർഡ്ലി മാറ്റേഴ്സ്. 15 ആൾക്കാർ ഒരാൾക്ക് പകരം വേറെ ആൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സിസ്റ്റമാണ് നമ്മൾ ഏറ്റെടുത്ത ചാലഞ്ച്. ആ സിസ്റ്റത്തിനെ ആയിരുന്നു തിരുത്തേണ്ടത്. അതായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ളതും. അതുകൊണ്ടാണ് അതത്ര ഇനിയുള്ള സ്റ്റേജും അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ തന്നെയാണ് അന്വേഷണത്തിന് ഇങ്ങനെ ഒരു കമ്മീഷനെ രൂപീകരിച്ചതും അന്വേഷണം നടത്തിക്കുന്നതുമൊക്കെ. 4 വർഷമായിട്ട് അത് സാംസ്കാരിക മന്ത്രിയുടെ മുന്നിലിരിക്കുകയായിരുന്നു. അതിലേക്ക് പിന്നെയും WCCക്ക് പ്രഷർ കൊടുക്കേണ്ടി വരികയാണ്. ഈ റിപ്പോർട്ട് പുറത്ത് വിടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണത് പുറത്തേക്ക് വരുന്നതും. ഒന്നുകിൽ സർക്കാർ WCC ആവശ്യപ്പെട്ടത് കൊണ്ട് ഒരു ചടങ്ങിന് നടത്തിയ കമ്മീഷനും റിപ്പോർട്ടും ആയിരുന്നോ, അതോ ഇനി സർക്കാരിന് വേണ്ടപ്പെട്ടവർ ഇതിനുള്ളിൽ പെട്ടിട്ടുണ്ട് എന്ന ഒരു ആശങ്ക കൊണ്ടായിരുന്നോ, എന്തായിരുന്നു അവരത് പിടിച്ചു വെക്കാനുള്ള കാരണം? ഇത് റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് കത്ത് CM എഴുതുമ്പോഴും ഏത് പ്രശ്നം ഉന്നയിക്കുമ്പോഴും അത് കൺക്ലൂഡ് ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം. ഒരു റിപ്പോർട്ടഡ് കേസുണ്ട്, ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ ഒരു കേസ് വന്നാൽ ഇന്ന കാര്യം നമ്മൾ പബ്ലിക് ഡൊമൈനിലുണ്ട്, ഇതിലെന്തെങ്കിലും നീക്കുപോക്ക് വേണ്ട പോലെ സർക്കാർ ഇടപെടണം, അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിർബന്ധമായിട്ടും പുറത്തു വരണം എന്ന് CM അയച്ച എല്ലാ കത്തിൻ്റെയും കൺക്ലൂഷനിൽ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു.
നമുക്കറിയാവുന്ന എല്ലാവരും പേഴ്സണൽ കപ്പാസിറ്റിയിൽ മുട്ടാവുന്ന സകല വാതിലുകളും നമ്മൾ പറയാവുന്ന സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരോടും ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ഇതിന് വേണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്യണം. മിക്കവരും കൂടെ നിന്നിട്ടുണ്ട്. ആ പ്രഷർ വേണ്ട വിധം എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ, നമ്മൾ വി ആർ ഓൾ ഹിയർ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും ആ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. അപ്പം എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഏറ്റവും അവസാനം CMൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനമാണ്. അപ്പം CM പറയുന്നത്, ജസ്റ്റിസ് ഹേമ പറഞ്ഞിരുന്നു ഇത് പുറത്തു വിടണ്ട, അതുകൊണ്ടാണ് ഞങ്ങളിത് പുറത്തു വിടാതിരുന്നത് എന്നാണ്. അപ്പോൾ എനിക്ക് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിപ്പോർട്ട് പബ്ലിക് ഡൊമെയിനിൽ അവൈലബിൾ ആവരുത്, അത് ഈ നാട്ടിലെ നിയമം അനുവദിക്കുന്നില്ല, ഇരകളുടെ പേര് പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഹോൾ റിപ്പോർട്ട് ഇൻവാലിഡായിട്ട് കബേർഡിനകത്ത് വെക്കണം എന്നല്ലല്ലോ. അത് വേണ്ടവർ ഇറങ്ങുകയും പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് അടുത്ത ക്രൈം ആ സീനിൽ നടക്കരുത് എന്ന് ഉറപ്പുവരുത്തേണ്ട ആൾക്കാരല്ലേ, ആഭ്യന്തര മന്ത്രിയല്ലേ. അപ്പോൾ അവിടെ ഒരു ക്രൈം നടക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ മുന്നിലുണ്ടാകുമ്പോൾ 4.5 കൊല്ലവും ആ ക്രൈം തുടരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ലാപ്സല്ലേ. അതുകൂടാതെ ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് പരാതിയുമായിട്ട് വരാം എന്ന് പറഞ്ഞാൽ അതവർക്ക് നേരത്തെ വന്നപ്പോൾ ഈ എക്സസൈസ് എന്തിനായിരുന്നു ഈ ഹേമ കമ്മിറ്റിയും അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പറയലും ഒക്കെ. അപ്പം ഇതൊരിക്കലും പുറത്തു വരേണ്ടാത്ത ഒന്നാണ് എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇത് മുഴുവൻ നടത്തിയത് എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെനിക്ക് ഉത്തരം കിട്ടാത്തതാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് വേറെ രീതിയിൽ സമീപിച്ച് എത്ര പേർക്ക് നീതി കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് അവർ തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ മെമ്മറി കാർഡ് സൂക്ഷിച്ചത് ജുഡീഷ്യറിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് എന്നും ഇതൊക്കെ ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ നമ്മളെ മുമ്പിൽ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഒരു കേസ് ഉണ്ടാകുമ്പം എങ്ങനെയാണ് അതിലും അൺഎക്വിപ്ഡ് ആയിട്ടുള്ള, അതിലും എത്രയോ താഴെയും ബുദ്ധിമുട്ടിയും നിൽക്കുന്ന ആൾക്കാർ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഒരു കമൻ്റ് എങ്ങനെയാണ് ഈ പവർഫുൾ ആയിട്ടുള്ള അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ആൾക്കാർ പറയാന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായേ ഇല്ല. പിന്നെ ഇത് മുഴുവൻ എന്തിനായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാതിരുന്നത്. വേറെ എന്തെങ്കിലും ഒരു അന്വേഷണം ഇതിനെ തുടർന്ന് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കെങ്കിലും ടാക്ട്ഫുള്ളി കുറച്ച് ടൈം ബൈ എങ്കിലും ചെയ്യായിരുന്നു. അതിന് പകരം അത് വേണ്ടതില്ല എന്നും അത് ഇനിയും സ്ത്രീകൾ പരാതിയായിട്ട് വന്നാൽ എന്തെങ്കിലും നടപടി എടുക്കാമെന്നും ജസ്റ്റിസ് ഹേമ പറഞ്ഞുകൊണ്ട് ഇതൊന്നും പുറത്തു വിടാത്തതാണ് എന്ന് പറയുന്നത് വലിയ നിരാശയായിരുന്നു. ഇന്നലെ അങ്ങനെ പറയാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് നിരാശ. അത് പുറത്തു വരും വരെ നമ്മൾ ഫൈറ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് അറിയാം, നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു ജെൻഡർ ബ്ലൈൻഡാണ് ഈ മനുഷ്യർ, എന്താണ് അവർ ഒട്ടും ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്തത് എന്നൊക്കെ നമ്മളെ വീണ്ടും വ്യാകുലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ പോലീസ് സ്റ്റേഷൻ അവർ പറഞ്ഞു, അത് ഞാൻ എല്ലാ ഡിസ്കഷനിലും പറയാറുള്ളതാണ്. വനിതാ പോലീസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6%. ഇപ്പം അത് കൂട്ടിയിട്ട് 9% ആക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ പോയി പരാതി പറയുമ്പം അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു വനിതാ പോലീസാണ്. ഇവിടുത്തെ സ്ത്രീകൾ പരാതി പറയാൻ തുടങ്ങിയാൽ വനിതാ പോലീസുകളുടെ എണ്ണം തികയില്ല. അതുകൊണ്ട് അതിനവരെ നിർബന്ധിക്കാതിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാർക്കോ നല്ലത്. അവർക്ക് വേണമെങ്കിൽ ആദ്യം വനിതാ പോലീസിന് എണ്ണം കൂട്ടിയിട്ട് സ്ത്രീകളോട് പോയി പരാതി പറയാതിരിക്കുകയുള്ളൂ. സർക്കാരിന് തന്നെ ഈ ലൈംഗിക ചൂഷണത്തിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഒരു പരാതിയുടെ ആവശ്യം ഇനി വേണമെങ്കിൽ തന്നെ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയല്ല എന്നിപ്പം ഹൈക്കോടതി ഇന്നിപ്പം പറയുകയും ചെയ്തു. സിനിമ എന്ന് പറയുന്ന തൊഴിലിടത്തിൽ നടക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുന്നെയാണ് എന്നോടൊരു ആക്ട്രസ് പറഞ്ഞത്, അവർ വസ്ത്രം മാറിയത് കുറ്റിച്ചെടീൻ്റെ പിന്നിൽ പോയി എന്നിട്ട്. എനിക്ക് തോന്നുന്നു ആ മൊഴി ഈ ഹേമ കമ്മീഷനിലുണ്ട്. ഭക്ഷണം കൊടുക്കുന്നത് അവരെന്നോട്, എനിക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സനിത മെഗാസ്റ്റാറുകൾക്ക് അവർ സാമ്പാർ കൊടുത്തോട്ടെ, ഞങ്ങൾക്ക് സാമ്പാർ ഒഴിച്ച വെള്ളം മതി, സാമ്പാർ വേണമെന്ന് പറയുന്നില്ല, പക്ഷേ സാമ്പാർ വെച്ച പാത്രം കഴുകി തന്നാലുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരാന്നുള്ളത്. ശരിയല്ലേ? പിന്നെ സാങ്കേതിക രംഗത്ത് സ്ത്രീ സാന്നിധ്യം സ്ത്രീകൾക്ക് വരാനേ സാധിക്കുന്നില്ല.
പ്രൊഡക്ഷൻ സൈഡിൽ സ്ത്രീകൾക്ക് വരാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഒരു തൊഴിലിടത്തിൽ നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അർഹത ഉണ്ടായിട്ടും. അതിനോടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ സർക്കാരിന് എന്ത് നിലപാടെടുക്കാൻ പറ്റും എന്നുള്ളതെങ്കിലും സർക്കാരിന് പറയാമായിരുന്നു എന്ന് എനിക്ക് ഞാൻ പറഞ്ഞ ആ ടേംസ് ഓഫ് റെഫറൻസ് വേറെ ഒന്നും തൊടാത്തത് എന്താ, റെമ്യൂണറേഷൻ്റെ കാര്യം എന്തൊരു വളച്ചൊടിച്ചിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് എല്ലാവർക്കും ഒരേപോലെ വേതനം കൊടുക്കണം എന്ന് അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഒരു ദുർവ്യാഖ്യാനാണ്, തെറ്റിച്ചിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്ന. ഒരു ഗിവൺ സിറ്റുവേഷനിൽ രണ്ടാൾക്കാർ ഒരേപോലത്തെ തൊഴിലെടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളുടെയും എന്താ പറയുക ക്രെഡൻഷ്യൽസ് ഒന്ന് തന്നെയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ സന്നിധ സ്ത്രീ ആയതുകൊണ്ട് തരാതിരിക്കുകയും ഞാൻ പുരുഷനായതുകൊണ്ട് കിട്ടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സ്ത്രീ ആയതുകൊണ്ട് അത്ര പണം കൊടുക്കേണ്ടതില്ല. ഇനിയും റെമ്യൂണറേഷൻ കൊടുക്കുന്നത് പോലുമല്ല, കാരണം വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളുണ്ടാവാം, വളരെ ചെറിയ നിലയ്ക്ക് പണിയെടുക്കുന്ന സിനിമകളുണ്ടാവും. പക്ഷേ ഈ എല്ലാ ടേംസിനും ഒരു സുതാര്യത വേണമല്ലോ. ഞാനിതിൽ വർക്ക് ചെയ്യണോ വേണ്ടേ എന്ന് അറിയണമെങ്കിൽ എനിക്കിതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഒരു സുതാര്യത പോലും ഒരു സ്ത്രീയുടെ മുമ്പിലില്ല. സിനിമയുടെ മുമ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ആയിരിക്കും റെമ്യൂണറേഷൻ, ഇതാണ് നിങ്ങൾ വർക്ക് ടൈം, ഇതാണ് ക്യാരക്ടർ ആക്ടിങ് ആണെങ്കിൽ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് 3 സിനിമ ചെയ്താലേ നമുക്ക് മാക്ടയിൽ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. ഞാൻ ആ 3 സിനിമ ചെയ്താൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതെനിക്ക് നിർബന്ധമായിരുന്നു. മാക്ടയിൽ ടെക്നീഷ്യൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പം ഞാനാണ് ആദ്യത്തെ റൈറ്റേഴ്സ് യൂണിയനിലെ ഫസ്റ്റ് മെമ്പർ. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ സ്ത്രീകൾ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ 3 സിനിമയിൽ ടെക്നീഷ്യൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും മറ്റേ ഡബിങ് ആർട്ടിസ്റ്റിനൊന്നും അന്ന് ചേർത്തിരുന്നില്ല ഇതിൻ്റെ. അതുകൊണ്ടാണ് 3 വർഷം ആവണം, അപ്പോഴാണ് ഇലക്ഷന് മത്സരിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ നിന്ന് മത്സരിച്ച ആദ്യത്തെ സ്ത്രീയാണ്. ഇപ്പോഴും എക്സിക്യൂട്ടീവിൽ ഒറ്റ സ്ത്രീ ഇല്ലാത്ത ഫോട്ടോകൾ കാണുമ്പം നമ്മൾ അച്ചീവ് ചെയ്തത് അതിൻ്റെ നടുവിൽ വന്ന നഷ്ടങ്ങൾ കുറച്ചല്ല. കാരണം ഞാൻ ചെയ്ത സിനിമയ്ക്ക് 5 പൈസ റെമ്യൂണറേഷൻ ഇല്ല. അതിൻ്റെ പുറമെ ഞാൻ അങ്ങോട്ട് മെമ്പർഷിപ്പിൻ്റെ പണം കൊടുത്തിട്ടാണ് എനിക്ക് മാക്ടയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് ക്രെഡിറ്റ് കാർഡിൽ എൻ്റെ പേര് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുതി കൊടുത്ത സിനിമ എന്ന് പറയുന്ന അതിന് എനിക്ക് കിട്ടിയ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 0 പോലും അല്ല, ഇറ്റ് ഇസ് മൈനസ് അതിൻ്റെ മെമ്പർഷിപ്പ് ഫീ ആണ്. അത് അങ്ങനെ ആവർത്തിക്കുന്നത് അത് പറ്റിയത് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാനപ്പോൾ PhD ചെയ്യുമ്പം എന്തുകൊണ്ടാണ് സ്ത്രീകൾ തിരക്കഥ എഴുതാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ കൂടിയായിട്ട് അതൊരു വേറെ സ്പിരിറ്റിലൊക്കെ എടുത്തുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് ഉപജീവനം കഴിക്കേണ്ടി വരുന്ന ഒരാൾക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതില്ല എന്നെങ്ങനെയാണ് സിനിമ വിചാരിക്കുക? ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ എത്ര പറഞ്ഞാലും മതി വരാത്തൊരു കാര്യമാണ്. ആക്ടിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പം ഭാര്യയുടെ പേര് എന്നാണ്. പേര് നമ്മൾ എഴുതി കഴിഞ്ഞാൽ തൊട്ട് താഴെ ഭാര്യയുടെ പേര് എന്നാണ്. അത് വെട്ടിയിട്ട് ഇവിടെ ഭർത്താവിൻ്റെ പേര് എന്നാക്കുമ്പം അത് ഞാൻ ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പി. അത് വളരെ പ്രധാനമായിരുന്നു. അതിന് ഈ പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് റെമ്യൂണറേഷൻ കിട്ടിയില്ലെങ്കിലും എനിക്കത് അവിടെ എൻ്റെ പേര് മാക്ടയിൽ ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അത് പ്രൂവിങ് പോയിൻ്റ് ആയിരുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളതും. അതിന് ഇത് വിലയായി കൊടുത്താൽ പോലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ സാധനം ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്ന പ്രൈവസിയും പുറത്തു വിട്ടാലുള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, ഇതെനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം മുമ്പ്, എനിക്ക് കൃത്യ ഡേറ്റ് ഓർമ്മയില്ല എപ്പോഴാണ്. അതിൻ്റെ ഇടക്കാലത്ത് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറയുമ്പോൾ അന്ന് ഞാനും സജിതയും ബീന പൗളും ഒക്കെ അക്കാഡമിയിലെ മെമ്പേഴ്സായിട്ടുള്ളതാണ്. അപ്പോൾ അക്കാഡമിക്ക് അതിൻ്റെ ചാർജ് കൊടുത്തിരുന്നു. നമ്മൾ അവിടുത്തെ മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാം, എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന കാര്യം പറയും. അപ്പം അന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു സ്മോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് പല സ്ഥലങ്ങളിലായിട്ട്. അവരിതൊന്നും കൂടെ വായിക്കും, എന്നിട്ട് അതിന് അവർക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യണം. കാരണം റെക്കമെൻഡേഷൻസ് ഇല്ല. അവർ നമുക്ക് തന്നിരുന്ന പിക്ചർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇത് വളരെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന കുറേ ഒബ്സർവേഷൻസ് മാത്രമാണ്. കൃത്യമായിട്ട് റെക്കമെൻഡേഷൻസ് എഴുതി അതിൻ്റെ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കുറേ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അതിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു അന്ന് വലിയ ചൂട് പിടിച്ച ചാനൽ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്നും നമ്മളുടെ കൺസേൺ അവിടെ മൊഴി കൊടുത്ത മുഴുവൻ ആൾക്കാരും 3 സ്ത്രീകളുടെ മുമ്പിലാണ് മൊഴി കൊടുത്തത്. അതിൽ ഒരു പ്രോമിസും ഉണ്ട്, ഒരു
ഇതാണല്ലോ അതിൻ്റെ എത്ര കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതെങ്ങനെയാണ് ഏതോ ഓഫീസുകളിൽ തലപ്പത്തിരിക്കുന്ന 3-5 അംഗമോ ഏതോ ഒരു കൂട്ടം ആൾക്കാർ ഇതിൽ നിന്നും ഇതൊക്കെ വായിച്ചിട്ട് അവർ റെക്കമെൻഡേഷൻസ് ഉണ്ടാക്കുമെന്നും അതിനെ ഒരു സ്മോൾ കമ്മിറ്റി എന്നാണ് വിളിച്ചത്. അതിപ്പോൾ ആരും ചർച്ച പോലും ചെയ്യുന്നില്ല. എന്നിട്ട് അവർ സ്മോൾ കമ്മിറ്റി പണിയെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയും. നമ്മളൊക്കെ അത് ഒബ്ജക്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. എങ്ങനെയാണ് ഈ സ്മോൾ കമ്മിറ്റി എന്ന് പറയുന്നവർ ഈ പറഞ്ഞ ഈ ബ്രീച്ച് ഉണ്ടല്ലോ, ഈ അവരുടെ കൺസെൻറ്റിൻ്റെ ബ്രീച്ചല്ലേ, അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏതായാലും സ്മോൾ കമ്മിറ്റിയുടെ കാര്യം ഓൾമോസ്റ്റ് എല്ലാവരും മറന്നിട്ടുണ്ട്. അതാരും പറഞ്ഞു കേൾക്കുന്നില്ല. അത് അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, ഈ എൻറ്റയർ സാധനം ഉണ്ടല്ലോ, ടേംസ് ഓഫ് റെഫറൻസ് ഇത്ര എണ്ണം ഉണ്ട്, ഇതിലൊന്ന് സെക്യൂരിറ്റി ഓഫ് വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്, അതിലാണല്ലോ മറ്റേതൊക്കെ വരുന്നത്. അതിനെ തീർത്തും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുവരണം. ഒരു സിനിമ പോളിസി വേണമെന്ന് ഇപ്പോഴത്തെ കൾച്ചറൽ മിനിസ്റ്റർ പറഞ്ഞപ്പോൾ അതും WCC വളരെ കൃത്യമായിട്ട് ബൃഹത്തായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിനൊന്നും എന്ത് വാല്യൂ ആണുള്ളത്? ഇതൊക്കെ വലിയ സ്ട്രെയിൻ എടുത്ത് ചെയ്തതാണ്. എല്ലാവരും കൂടെ ഇരുന്ന് തല പൊകിച്ച് ഒരു എന്തൊക്കെയാണ് നമ്മളെ നിർദ്ദേശങ്ങളെന്നൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നേ ഇല്ല. ഇനിയും അത് ചർച്ച ചെയ്യാൻ ഒരു കോൺക്ലേവിനെ പറ്റിയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതെ അതെ. അങ്ങനെ ഒരു കോൺക്ലേവ് നടത്തുന്നത് കൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊരു പ്രാധാന്യം കിട്ടുന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നും WCC കരുതുന്നുണ്ടോ? അതൊരു സാമാന്യ ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു സനിത, ഒരു മാമാങ്കത്തിലാണോ നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള എല്ലാം ഇങ്ങനെ ഓരോന്ന് ഇഴകീറി പരിശോധിച്ച് നമ്മൾ എത്തിച്ചേരേണ്ട, അതും ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഗ്രേവ് ആയിട്ടുള്ള കണ്ടന്റിനെ പറ്റി നമ്മൾ എത്ര സിറ്റിംഗ് വേണ്ടി വരും? എന്നിട്ടല്ലേ നമ്മൾ ഇത് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പിന്നെ ഇനി എന്തിനാണ് ഒരു നിയമരൂപീകരണം എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. ആകെ നിലവിലുള്ള നിയമം സിനിമയ്ക്ക് ബാധകമാക്കിയാൽ മാത്രം പോരെ. സിനിമയ്ക്കായിട്ട് ഇനി എന്ത് നിയമമാണ് ഉണ്ടാക്കാനുള്ളത്? ഈ നാട്ടിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുകയോ റേപ്പ് ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ എന്താ ശിക്ഷയാണോ അത് അദ്ദേഹം ആ ശിക്ഷ ഏറ്റെടുത്താൽ മതി. അതിനി സിനിമാ നയ രൂപീകരണത്തിന് കോൺക്ലേവിൽ പോയിട്ട് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണ്? സിനിമയ്ക്കകത്താണെങ്കിലും ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരേ നിയമമാണ്. നമുക്ക് സിവിൽ കോഡ് മാത്രമല്ലേ യൂണിഫൈഡ് അല്ലാത്തുള്ളൂ, ക്രിമിനൽ കോഡ് നമ്മളത് ഒന്നല്ലേ, എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് ചെയ്താൽ മതി. അവർ പ്രത്യേകിച്ച് പുതിയ നിയമമൊന്നും ഉണ്ടാക്കേണ്ടതില്ല. ഇനി ആ നിയമനിർമ്മാണത്തിന് വേണ്ടി ഇനി സമയം 2 തലമുറ ഇനിയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഉള്ള നിയമം തന്നെ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. നമ്മളാകെ ആവശ്യപ്പെടുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ അത് തന്നെയാണ്. WCC അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിപ്പം ഇവരല്ലെങ്കിൽ ആരാണോ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരോട് ഇവിടെ ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇത് ഇവർക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വരും. അതാണ് പുതിയ നിയമത്തിന് ഇനി പോളിസി ഡിസ്കഷൻ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. കാരണം എല്ലാ തൊഴിലിടത്തിനും ഒരേപോലത്തെ നിയമങ്ങളാണ്. അവിടെ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ടാവണം. 4.5 കൊല്ലം വലിയ കാലമാണ്. അതിന് ആൻസറബിളാണ്. അതിൻ്റെ പിന്നിൽ അത് മൂടി വെച്ച ആൾക്കാർ മുഴുവൻ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. റിപ്പോർട്ടിൽ പറയുന്ന പോലെ നമ്മൾ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറെ ഏത് തൊഴിലിനാണ് വീട്ടിൽ നാളെയും കൊണ്ട് മുതിർന്ന പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് അമ്മയും കൊണ്ട് ഒരു തൊഴിലിടത്തിലേക്ക് തൊഴിലിന് വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ് അവിടെ എന്താ നടക്കുന്നത്? എത്ര ആണുങ്ങൾ അവരുടെ വീട്ടിൽ അച്ഛനും അമ്മേനെയും കൊണ്ടാണ് ഈ തൊഴിലിടത്ത് വരാറുള്ളത്? ഇവർക്ക് എന്ത് ആശ്രിതത്വം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതേ സ്ത്രീനെ നിങ്ങൾ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ കൊണ്ടായാലും അവർ അമ്മേനെ കൊണ്ടല്ലല്ലോ പോകുന്നത്. വേറെ ഏത് തൊഴിലിനും നിങ്ങൾ വിട്ടുനോക്കൂ. രാത്രി നടത്തേണ്ട പത്രപ്രവർത്തനമുണ്ട്, രാത്രി വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റ് ഉണ്ട്, അവരാരും അമ്മയെ കൂടെ കൊണ്ടുപോകാറില്ലല്ലോ. എന്തിനാണ് സിനിമയിൽ വരുമ്പോൾ മാത്രം ഇവർ പെട്ടെന്ന് ആശ്രിതരായി പോകുന്നത്? അതും സ്ത്രീകൾ മാത്രം. അവർക്ക് പെട്ടെന്ന് അവിടെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അവരുടെ ഒരു സുരക്ഷിതത്വമില്ലായ്മ അല്ലേ? ഇത് വളരെ ക്ലിയർ ആണ്. ഒരു തൊഴിലിടത്തിലേക്ക് ഒരു സ്ത്രീ വരുമ്പം കൂടെ അവളെ വീട്ടിൽ നാളെ കൊണ്ടുവരേണ്ടി വരാറുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അതിൽ വലിയ ലൗഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. അത് പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അത് പറയുന്നു. നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
ഈ നോക്ക് അറ്റ് ദ ഡോറൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നുണ്ട്. എന്താണ് ആ പരിഹാസം ട്രോള് ചെയ്യുന്നവരുടെ പേരിൽ ശിക്ഷയില്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നേയില്ല. കാരണം ഇത് കുറേ സ്ത്രീകളുടെ മരണത്തിന് കാരണമായ, തിരിച്ചു വരാൻ പറ്റാത്ത മെൻ്റൽ ട്രോമയ്ക്ക് കാരണമായിട്ടുള്ള കഥകിലെ മുട്ടുകളാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്ര ഇൻഹ്യൂമൺ ആയിട്ടുള്ള ട്രോളുകൾ പിറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു വാർണിംഗ് പോലും ആരുടെ ഭാഗത്തൊന്നും ഇല്ല. അത് യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. ഈ ആരാടാ വാതിലിന് തട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകളുണ്ട്. ഇനിയും നമുക്ക് അത് വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നിന്ന് കേൾക്കുകയും കൂടെ ചെയ്യാം. പ്രധാനപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് കേൾക്കാം. സിനിമയെ വിളിക്കുന്നത് അതൊരു രണ്ട് തരം ഒരു പ്രത്യേക ഗെയിമാണ് അത്. അതായത് ഒരു പ്രൊഡ്യൂസറിന് ലോൺ എടുക്കണമെങ്കിൽ ഇത് ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രി എന്ന് അതിനെ വിളിക്കുമ്പം ഒരു പ്രൊഡ്യൂസർ ഹൂസ് ആൻ എംപ്ലോയർ, അയാൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒന്നും അയാൾക്ക് പാലിക്കേണ്ടതില്ല. കാരണം അപ്പോൾ ഇത് ഇൻഡസ്ട്രി അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കെ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? ദിസ് ഇസ് ലൈക്ക് എനി അതർ ഇൻഡസ്ട്രി. ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ IC ഉണ്ടാക്കിയിട്ട് ഇന്ന് ലൊക്കേഷൻ എവിടെ ആയിരിക്കും, നാളെ ലൊക്കേഷൻ വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അവിടേക്ക് ഈ IC മുഴുവൻ അങ്ങോട്ട് പോവോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് കാലത്താണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഇന്ന് ഓൺലൈനിൽ മീറ്റ് ചെയ്യാനേ ഉള്ളൂ. IC ഇവർ പോകുന്ന എല്ലാ ലൊക്കേഷനിലും അവർ സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. IC ഒരു സിനിമ രജിസ്റ്റർ ചെയ്യുമ്പം നിർബന്ധമായിട്ടും അതല്ലാതെ ആ സിനിമ സാധ്യമാക്കരുത്, പാടില്ല. അത് നമ്മളാരെങ്കിലും നിർബന്ധം പറയുന്നല്ല, അതാണ് നിയമം. അതവർ നടപ്പാക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയും ഇപ്പം തന്നെ മറ്റേ വനിതാ കമ്മീഷൻ ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് പോലെ ഓരോ സ്ഥലത്ത് പോയി നോക്കുമ്പം പേപ്പറിൽ ഓരോ കമ്മിറ്റിയൊക്കെ ഉണ്ടാവും. ആ പറഞ്ഞ ആരും ഒന്നാമത് പരാതി വരാറില്ല എന്ന് പറയും. എങ്ങനെയാണ് പരാതി വരിക? കാരണം ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കും. അത് റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് അങ്ങനെ അല്ലാത്ത ഒബ്ജക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ബോഡി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പരാതി പറയാൻ പറ്റില്ല. പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമുക്കറിയാം സംസാരിക്കുന്ന സ്ത്രീകളെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. പിന്നെയാണ് ഇനി പരാതി റേസ് ചെയ്യുന്നത്. അവരപ്പം തന്നെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നോക്കും. നമ്മളിപ്പം PK റോസിനെ പറ്റി ബേസ് ചെയ്തിട്ട് ഒരു സിനിമ വന്നു. ഇപ്പോഴും നമുക്ക് പിതാവേ ഉള്ളൂ മലയാള സിനിമയ്ക്ക്, മാതാവ് ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ PK റോസിൻ്റെ സിനിമയിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത പക്ഷേ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൽ ക്യാരക്ടറിനെ പറ്റി അതിൽ ഡാനിയലിൻ്റെ ക്യാരക്ടർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ എന്താണ് അവരെ പ്രിഫർ ചെയ്യാനുള്ള കാരണം? അവൾ കൂലി ചോദിക്കില്ല. അതിൻ്റെ മുമ്പത്തെ നായികയെ അവർ മാറ്റാനുള്ള കാരണം അവർ കൃത്യമായിട്ട് അവർ പണിയെടുത്തതിൻ്റെ പൈസ ചോദിക്കുന്നതാണ്. ഇവളാവുമ്പോൾ അത് ചോദിക്കില്ല എന്നാണ്. അത് ഒരു സ്ത്രീ എടുത്ത പണിക്ക് എടുത്ത തൊഴിലിന് പണം ചോദിക്കാതിരിക്കുക, അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാതിരിക്കുന്നതുമാണ് അവരെ ആ നായികയാക്കാൻ പ്രാപ്തയാക്കിയത് എന്ന് ആ സിനിമ പറയുന്നുണ്ട്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ആക്ച്വലി. എന്താണ് സിനിമയ്ക്കകത്ത് നടക്കുന്നത്, നമ്മളെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് അതാണ്. അത് എത്ര കൃത്യമായിട്ടാണ് അവൾ സ്വീകാര്യമാവുന്നത്, അവൾ കൂലി ചോദിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തുണ്ട്. അതെ, IC പറഞ്ഞല്ലോ നമ്മൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ രഞ്ജിനി പറയുന്നുണ്ടായിരുന്നു, ഈ IC അംഗങ്ങൾ ആരാണ്? ഈ പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കെതിരെയാണോ പരാതി കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ തന്നെയായിരിക്കും ഈ ICയിലും ഉണ്ടാവുക. അതല്ലാത്തൊരു ചുറ്റുപാട് വന്നാലേ ഉള്ളൂ നമുക്ക് IC കൊണ്ട് കാര്യമുള്ളൂ എന്നുള്ളത്. അത് ജസ്റ്റിസ് ഹേമേൻ്റെ റിപ്പോർട്ടിൽ അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതായത് ഇതിൻ്റെ തന്നെ ആൾക്കാരെ അല്ല ഇതിൻ്റെ അംഗങ്ങളായിട്ട് വെക്കേണ്ടത്. അതൊരു കഴിയുന്നതും എക്സ്റ്റേണൽ ബോഡി. അതുകൊണ്ടാണ് ഈ ട്രൈബ്യൂണൽ റെലവൻ്റ് ആവുന്നത്. വിച്ച് ഡസൻ മീൻ ഇവിടെ പോഷ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട എന്നല്ല. കംപ്ലയിൻറ്റ് സെൽ നിർബന്ധമായിട്ടും ഒരു തൊഴിലിടത്തിൽ 10-ൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വേണം. അത് ഉണ്ടായിരിക്കെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ പറയുന്ന ട്രൈബ്യൂണൽ. കാരണം ഇത് നമുക്കറിയാം, ഒരു കംപ്ലയിൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോയിട്ട് എൻ്റെ മേലധികാരിയോട് പറഞ്ഞിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മേലെ ഉള്ള ആൾക്കാരോടാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഇവരും കൂടെ ആ കുറ്റം ചെയ്ത ആളെ അത്ര തന്നെ ഗൗരവമുള്ള കുറ്റമായി ഇത് കേൾക്കാതിരുന്ന മേലധികാരി, അത് ഇതിലും ബാധകമാവണം. അതുകൊണ്ടാണ് ഇതിനൊരു ട്രൈബ്യൂണൽ എന്നൊക്കെ അവർ പറയുന്നത്. എങ്ങനെ ആയിത്തീരും എന്നൊക്കെ നമ്മൾ
അത് ആലോചിക്കേണ്ട കാര്യമാണ്. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണ്ടത്. ജസ്റ്റിസ് ഹേമയ്ക്ക് അതിനെപ്പറ്റി വളരെ ക്ലാരിറ്റി ഉള്ളതുപോലെ അവരായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഫങ്ഷണലാക്കാം എന്നൊക്കെ ആ സമയത്ത് അവർ വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ടായിരുന്നു. അവർ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വിളിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും പൃഥ്വിരാജ് ആയാലും ഫഹദ് ആയാലും ഇനി കുറേ നടന്മാർ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളുള്ളവരും അവരുടെ സിനിമകൾ അവർ തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ടല്ലോ. ഈ സാഹചര്യത്തിലെങ്കിലും അവരവരുടെ സെറ്റിലെങ്കിലും ഇത്തരം സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കലാകാരന്മാർ, അവർക്ക് ഒരു സോഷ്യൽ ഓബ്ലിഗേഷൻ ഉണ്ട്. അവർ ഏത് തരം ഉടുപ്പാണ് ഇട്ട് നടക്കുന്നതെങ്കിൽ അത് കോപ്പി ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ചെയ്തികളും അതേപോലെ കോപ്പി ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെ പ്രൊഡക്ഷൻ ഹൗസസ് റൺ ചെയ്യുമ്പം നിർബന്ധമായിട്ടും മാതൃകാപരമായിട്ട് വേണം അത് റൺ ചെയ്യാൻ. കാരണം നമ്മളവരെ വിളിക്കുന്നത് തന്നെ മോഡൽസ് എന്നാണ്. ആ മോഡൽ തന്നെ ആയിരിക്കണം അവരെ സിനിമ സെറ്റുകളും എന്നാണ്. അതാണ് നമ്മൾ പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് ആ പ്രൊഡ്യൂസറിൻ്റെ പ്രയോറിറ്റിയാണ്. എന്തിനു വേണ്ടിയാണ് കൂടുതൽ പണം ചെലവഴിക്കുന്നത്, അത് ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്യും. പക്ഷേ ഇത്തരം മനുഷ്യാവകാശ ലംഘനത്തോടു കൂടെ ആ സംഗതി അവിടെ നടക്കാൻ പാടില്ല എന്നാണ് നാട്ടിലെ നിയമം പറയുന്നത്. അവരെല്ലാവരും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ സർക്കാർ ഇടപെടുകയും അത് നിർത്തിവെക്കുകയും, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പലതിലും പൈസ ഇല്ലെങ്കിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നാലൊക്കെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫൈൻ അടയ്ക്കുകയും ഒക്കെ ചെയ്താൽ 2 തവണ ഇൻ്റർവ്യൂ ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. ബാക്കിയുള്ളത് പിന്നെ എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ് ലേറ്റർ. അങ്ങനെയാണല്ലോ, 2 ഒരേമാതിരി കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ വരേണ്ടതുണ്ട്. ഇനി അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ നമുക്കുണ്ടെങ്കിൽ കോൺക്ലേവിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടക്കും നമ്മൾ പ്രതീക്ഷിക്കുക. ഒരു തൊഴിലിടാണ്, എന്നിട്ടും അവിടുത്തെ ഒരു അനീതിക്കെതിരെ ശബ്ദിക്കാൻ ഒരുമിച്ച് നിന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് പലർക്കും തൊഴിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ വിലക്കെന്നും പറഞ്ഞൊരു കലാപരിപാടി കൊണ്ടുവന്നത്. അതായത് തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ വിലക്കുക എന്നുള്ള. ആരാണ് ഈ തങ്ങൾ എന്നുള്ളതാണ്. ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ഒരു തൊഴിൽ നിഷേധം നടത്താൻ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ തൊട്ടിട്ട് അതിൻ്റെ അകത്ത് കാണാത്ത അദൃശ്യമായിട്ടുള്ള അത്ര അധികം ആൾക്കാരുടെയും ജീവിതം ഇല്ലാതായിട്ടുണ്ട്, ബാഷ്പീകരിച്ചു പോയിട്ടുണ്ട്. അവരെ നമ്മൾ കാണുന്നില്ല. WCC എന്ന് പറയുമ്പോഴും WCC മുന്നോട്ട് വെച്ച ഒരു പ്രധാന നമ്മളൊരു പ്ലക്കാർഡ് തന്നെ അതാണ്. സിനിമ അല്ലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ആക്ടേഴ്സ് അലോൺ. പക്ഷേ നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഉള്ളിൽ എവിടെയോ സിനിമയിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നവർ മാത്രം, നടിമാർ മാത്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് തിരുത്തേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ അവസര നിഷേധം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റാത്ത അത്ര അധികം അവസര നിഷേധങ്ങളും അതിൻ്റെ പേരിൽ പിന്നെ തൊഴിലേ ഇല്ലാതെ പട്ടിണി കിടക്കേണ്ടി വരുന്ന ആൾക്കാരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നവരുണ്ട്. ഇതിൻ്റെ കൂടെ നിൽക്കാം, പക്ഷെ ഞങ്ങളുടെ പേര് പറയരുത്, ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയരുത് എന്ന് പറയുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. ഈ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ലേബിൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ചാവേറുകളാവുന്നത് പോലെയൊക്കെ തന്നെയാണ് WCC എന്ന് പറയുന്ന സംഘടന നിലനിൽക്കുന്നത്. അതിൽ നമ്മൾ കാണുന്ന എത്രയും ആൾക്കാരുടെ അവസര നിഷേധം മാത്രമല്ല, അറ്റ്ലീസ്റ്റ് അവരെ ദൃശ്യപ്പെടാം എന്നുള്ള നിലയ്ക്കുള്ള പ്രിവിലേജ് എങ്കിലും അവർക്കുണ്ട്. ആ പ്രിവിലേജും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് ഈ അവസര നിഷേധം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇവർ ഈ അണ്ടർഗോ ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അവരും സിനിമയിലെ ജീവിതത്തിൽ അണ്ടർഗോ ചെയ്തിട്ടുമുണ്ട്. WCCയിലാവുന്നു എന്ന് പറയുന്നതോടുകൂടി, അല്ലെങ്കിൽ സ്വന്തം ശബ്ദമുയർത്തി സംസാരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി അവസര നിഷേധമുണ്ട്. പക്ഷേ അതൊരിക്കൽ പോലും സാധ്യമാക്കി കൊടുക്കാൻ പറ്റാത്ത, അതുകൊണ്ട് തന്നെ ആ സ്ത്രീകളെ ആരും നമ്മൾ സിനിമാക്കാരായിട്ട് പരിഗണിക്കുന്ന പോലുമില്ല. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ തിരിച്ചടികൾ നേരിട്ട എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും അവസരം കിട്ടാത്ത, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഫേവർ ചെയ്യാൻ റെഡി അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ മാത്രം ഇനി നീ ഒരിക്കലും സ്ക്രീൻ കാണില്ല എന്ന് പറഞ്ഞതും, ഇനി നീ ഒരിക്കലും സിനിമയുടെ ഭാഗമാവില്ല എന്ന് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. ഇവരെക്കാളും അദൃശ്യരാണ്. അതായത് നമുക്ക് ഈ തൊഴിൽ നഷ്ടപ്പെട്ട ആദ്യം നമ്മൾ ഫോർ ഫ്രണ്ടിൽ കാണുന്നവർ, അതല്ലാതെ ബിഹൈൻഡ് ദ സ്ക്രീൻ കാണുന്നവർ, അതിലും ബുദ്ധിമുട്ടാണ്
ആദ്യത്തെ അവസരം പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ. അവർക്ക് ടാലൻ്റ് ഇല്ലാഞ്ഞിട്ടോ പാഷൻ്റെ കുറവോ ഒന്നുമല്ല. അവർക്ക് എവിടെ ഇപ്പോൾ പണിയെടുക്കുന്ന മറ്റാണുങ്ങളെക്കാളും എത്രയോ ഉയരത്തിലായിരിക്കും, വേണമെങ്കിൽ അവരോളം തന്നെയൊക്കെ ടാലൻ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒറ്റ കാരണം കൊണ്ട്, അതായത് നിങ്ങളൊരു ഹെഡ് സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സമൂഹത്തിൽ എന്തൊക്കെ തിരിച്ചടി ഉണ്ടാവാമോ അതൊക്കെ തന്നെയാണ് അത് തൊഴിൽ നിഷേധമാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം വേറൊരു നിലയ്ക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ടൊരു സിനിമയിൽ ചാൻസ് വയ്ക്കാൻ പറ്റില്ല. അപ്പം അത് ആ അവസര നിഷേധമൊക്കെ പക്ഷെ എല്ലാവർക്കും അറിയാം, അതിന് പ്രിപ്പയർഡായിരുന്നു. അതിൻ്റെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെയൊക്കെ കൂടെ നിന്നത്. സിനിമയിലെ അവസരം തരാൻ എനിക്ക് മറ്റൊരു ജീവിതമാർഗം ഉള്ളതുകൊണ്ട് ആയിരിക്കും, ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലാത്തത് കൊണ്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ അപ്പോഴും തീർത്തും വ്യക്തിബന്ധങ്ങൾ ഇല്ലാതായിട്ടുണ്ട് അതിൻ്റെ പേരിൽ. എൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഐ.വി. ശശീൻ്റെ അനുസ്മരണം നടക്കുമ്പം ഐ.വി. ശശിയുടെ കൂടെ എഴുതിയ എല്ലാ തിരക്കഥാകൃത്തുക്കളുടെ പേരിൻ്റെ കൂടെ ഒരു 50ഓളം സിനിമ ചെയ്ത എൻ്റെ അച്ഛൻ്റെ പേര് അതിൻ്റെ കൂടെ ഉണ്ടാവാറില്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് എനിക്കറിയാം. അത് വരുന്നത് 24 ഫ്രെയിംസ് എന്ന് പറയുന്ന മാക്ടേൻ്റെ മാഗസീനിലാണ് എന്ന് ആലോചിക്കണം. അതിൻ്റെയൊക്കെ ഫൗണ്ടേഴ്സിലൊരാളാണ് അച്ഛൻ. അത് അച്ഛനോടല്ല മറുപടി പറഞ്ഞത്, അതൊരു WCC മെമ്പറായിട്ടുള്ള മകളോടാണ് പറഞ്ഞത് എന്ന് അറിയാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. കാരണം ഇവരങ്ങനെയൊക്കെ പറഞ്ഞ് ഐ.വി. ശശിൻ്റെ കൂടെ ഇയാൾ സിനിമയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ആ സിനിമകൾ അവിടെ കിടക്കുക. അപ്പം അതുകൊണ്ട് അതിൻ്റെ മെസ്സേജ് അതായിരുന്നു. നമ്മളിങ്ങനെ എങ്ങനെയാണ് വേ യു എൽബോഡ് ഓഫ് എന്നുള്ള അത് നമുക്കറിയാം. അത്തരം ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഇത് പുഷ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കത് മനസ്സിലാവുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പാട്രിയാർക്കിയുടെ ഒരു ഹെജ്മണി എന്ന് പറയുമല്ലോ, നമ്മളെ ശീലം കൊണ്ടേ ഇവരെ ഇങ്ങനെ അനുസരിക്കുക നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിലുള്ള മിക്ക ആൾക്കാർക്കും അന്ന് വിട്ടുവരാൻ പറ്റാത്തത്. ഒരു വല്ലാത്തൊരു വിധേയത്വം ഉണ്ട്. ഇവരെയൊക്കെ നമുക്ക് എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുക. നമുക്കെതിരായിട്ട് തന്നെ ഒരു ഏജൻസി നടത്തുക, കല്യാണം പോലെ. ഇപ്പം കല്യാണം നമുക്കറിയാം, ഒരു സ്ത്രീക്ക് അത് എന്തൊരു നഷ്ടക്കച്ചവടമാണെന്നറിയാം. പക്ഷെ നമ്മൾ ഒരുങ്ങുന്നത് കല്യാണത്തിനാണ്, ഒരു പെൺകുട്ടിയെ ഒരുക്കുന്നത് കല്യാണത്തിനാണ്. അതുപോലെ അത് ആ സിസ്റ്റം, ആ ഹെജിമോണിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. WCCയിലെ എനിക്ക് ഏറ്റവും തൃപ്തി തന്നിട്ടുള്ളൊരു സാധനം ഇത് നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചറിൻ്റെ പേരിലാണ്. കാരണം കേരളത്തിൽ ഇതിന് മുമ്പ് കലക്റ്റീവുകൾ ഉണ്ടായിട്ടുണ്ടോ, അറ്റ്ലീസ്റ്റ് എല്ലാ അർത്ഥത്തിലും ഒരു കലക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളത് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. വലിയ എക്സ്പേർട്ടുകളെ കൊണ്ട് എങ്ങനെയാണ് കലക്റ്റീവ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ക്ലാസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട്. കലക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫീമെയിൽ സ്ട്രക്ചറാണ്. പിരമിഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിലാണ്. അത് ഫാലസിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ പിരമിഡൽ സ്ട്രക്ചർ പാട്രിയാർക്കൽ ആയതുകൊണ്ട് തന്നെ കലക്റ്റീവിന് അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. അത് വെർട്ടിക്കലേ ആയിരുന്നില്ല. അതിൻ്റെ പേരിൽ നമ്മൾ കുറേ പരിഹാസം കേട്ടപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സഹതപിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. വേണമെങ്കിൽ നിങ്ങൾക്കിതിന് തുടർച്ചകളാവാം. പക്ഷേ കലക്റ്റീവ് എന്ന് പറഞ്ഞാൽ പരന്നു നിന്ന് എല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന, എല്ലാവരുടെയും ഇൻഡിവിജ്വാലിറ്റി ഒരേപോലെ ഉണ്ടാവുന്ന, ഒരാൾ മറ്റൊരാൾക്ക് മേലെ അല്ലാതിരിക്കുന്ന അങ്ങനെയൊക്കെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിലനിൽക്കാൻ. കാരണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും പ്രസിഡന്റ് ആരാ, സെക്രട്ടറി ആരാ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് എടുത്തുന്ന എക്സ്പേർട്ടുകളോട് ഇതെങ്ങനെ പരിഹരിക്കും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നെയിംസേക്ക് നിങ്ങൾ ആദ്യം എഴുതി കൊടുക്കും, പക്ഷെ അങ്ങനെ അല്ലാതെ ഫങ്ഷൻ ചെയ്യും. ഇതിൽ പ്രസിഡൻറ്റിനോട് ചോദിച്ചിട്ട് ഉത്തരവ് വാങ്ങാം, ഇയാളാണ് സ്പോക്സ് പേഴ്സൺ, ഇന്ന് എന്തൊക്കെ പോയി സംസാരിക്കണം. WCC ആയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. കോസിൽ ആർക്കും ഒരു കോൺഫ്ലിക്റ്റും ഇല്ല, ജേണികളാണ് വ്യത്യസ്തം. അതുകൊണ്ട് തന്നെ WCCയിലെ ഏത് മീഡിയയ്ക്ക് അറിയില്ല, ആരെ വിളിക്കണം എന്നറിയില്ല, ഇവരെന്താണ്, ഇവർ ഫേസ്ബുക്ക് കൂട്ടായ്മയാണോ, ഇത് രജിസ്റ്റേർഡ് ആണോ, ഒരു ഓഫീസ് എവിടെയാണ്, പ്രസിഡന്റ് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടതില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശീലമില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കണ്ട് ശീലിക്കാം. കാരണം ഹൊറിസോണ്ടലായിട്ടും ഒരു സ്ട്രക്ചർ പോസിബിളാണ്. അത് വളരെ ഫീമെയിലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് പിരമിഡൽ അല്ല. പിരമിഡൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഫാലോസെൻട്രിസിസമാണ്. അത് ഫാലസിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അത് സമ്പൂർണ്ണമായിട്ടും ആണധികാര വ്യവസ്ഥയുടെ ചിഹ്നമാണ്. അങ്ങനെയല്ല WCC നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ്. അതിന് ചെറുതല്ലാത്ത സ്വാതന്ത്ര്യമുണ്ട്, ചെറുതല്ലാത്ത എല്ലാവരും വിട്ടുപോകണമെന്ന് തോന്നുന്ന ഒരാൾക്ക് അതിൻ്റെ അകത്ത് മാറിപ്പോവാം. അവരുടേതായ കാരണങ്ങളുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ നിൽക്കുമ്പം എല്ലാവരും പരന്ന്
കൈകോർത്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതെ, അതൊരു മനോഹര കാഴ്ചയായിരുന്നു കേട്ടോ. ഇതുവരെ കാണാത്ത ഒരു മനോഹര കാഴ്ചയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടി കൊടുത്ത മൊഴിയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. അവർ WCCയുടെ മുൻ അംഗം കൂടിയാണെന്നാണ് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. അവർ കൊടുത്ത മൊഴി അത്തരം സാഹചര്യങ്ങൾ സിനിമയിലില്ല എന്നുള്ളതാണ്. അത് ഒരു നടിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്നത്. ഒരാളെ ഒറ്റ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ സമൂഹത്തിൽ പാട്രിയാർക്കിയുടെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളിയുമായി നിന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ ടാർഗറ്റ് ചെയ്യുള്ളൂ. കാരണം ആ സ്ത്രീക്ക് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട, ഭർത്താവിൻ്റെ സപ്പോർട്ട് വേണ്ട. നിങ്ങൾ ഈ പറയുന്ന സോ കോൾഡ് കല്യാണം കഴിക്കാത്ത തീരെ പെൺകുട്ടിയായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ മാത്രം നായികമാരായിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥലത്ത് മുതിർന്നൊരു മകളുണ്ടായിട്ടും അവർക്ക് വേണ്ടി തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ഞെളിഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ അവർ ടാർഗറ്റ് ചെയ്യുള്ളൂ. കാരണം അത് അവർക്ക് അലട്ടാണ്, അതവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ ഒന്നും ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും അവർ ഒരാളെ തന്നെ വളഞ്ഞിട്ട് ഇതേപോലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ചേർത്ത് പറയാണ്. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സ്ത്രീകളും വേറെ സ്ത്രീയെയും തമ്മിൽ മറ്റേ ഫ്രിക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാട്രിയാർക്കിയുടെ ഒരു ഫൗൾ പ്ലേ ആണ്. വളരെ ദയനീയമായിട്ടുള്ള ഒരു ഗെയിമാണ്. സ്ത്രീക്ക് ശത്രു സ്ത്രീ തന്നെയാണ്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് 2 മലകൾ ചേർന്നാലും 4 മുലകൾ ചേരില്ല തുടങ്ങിയിട്ടുള്ള എല്ലാ ഓൾ പോസിബിൾ വേസിൽ ഫീമെയിൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് പൊളിക്കാൻ നോക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ഈ കോസിൻ്റെ കൂടെ എങ്ങനെയാണ് നിന്നിട്ടുള്ളതെന്ന് ഒരു ശരാശരി മലയാളിക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. അവർ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കോസിൻ്റെ കൂടെ എങ്ങനെയാണ് അങ്ങനെ ഒരാൾ നിന്നത് എന്ന് നമ്മളെ മുമ്പിലുണ്ട്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൽ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമുള്ള ഈസി ഡൈവേർഷനാണ് ഇതിലൊരാൾ എന്ന് പറയുകയും അയാൾക്ക് നേരെ ഈ ക്യാമറയും വേട്ടയാടലും ഒന്നും എന്താണ് ഈ നേതാക്കളുടെ നേരെ ഒന്നും പോവാതെ എത്ര സംഘടനകൾ ഉണ്ടായിരുന്നു, എത്ര പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ പിന്നാലെ ക്യാമറ പോവാതെ എന്നിട്ട് WCCയിലെ അംഗങ്ങളെ കൊണ്ട് തന്നെ ഒരു സ്ത്രീക്കെതിരെ നിർത്തിയിട്ട് അതൊക്കെ വില പോവാത്ത വളരെ പഴഞ്ചനായിട്ടുള്ള ഒരു പാട്രിയാർക്കൽ ഗെയിമാണ്. അത് നമ്മൾ അതിന് നിന്നു കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത്ര തരം സ്ലട്ട് ഷെയ്മിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അങ്ങനത്തെ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് വലിയ ഫൈറ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അവർക്കാണോ അറിയാത്തത്? അവർ ആരുടെ കൂടെയാണ് അവർ നിൽക്കുന്നത് നിയമ പോരാട്ടത്തിൽ? അവർക്കാണോ നമ്മൾ സിനിമയിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ടത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് കൂടെ എപ്പോഴും ഫൈറ്റിൽ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് അവരതായിരിക്കും ആ കൊട്ടേഷൻ എന്ന് നമ്മൾ എന്തിനാണ് അനുമാനിക്കുന്നത്? അവരെ പേര് അതിൻ്റെ അകത്ത് മെൻഷൻ പോലും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരാളെന്നല്ല, ഫോർ ദാറ്റ് മാറ്റർ ഇതിനുള്ളിലുള്ള ആൾക്കാർ തമ്മിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് തീർക്കുന്നതെങ്കിൽ അല്ല, അത് അവർക്ക് ദേ ക്യാൻ ഗോ ഹെഡ്. അത് അവരുടെ ഒരു യൂഷ്വൽ എക്സസൈസാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവഗണിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അതിലും പ്രധാനപ്പെട്ട വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ഇതിൽ ചർച്ച ചെയ്യാൻ. തീർച്ചയായിട്ടും ഈ WCC സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ തുടക്കം തൊട്ട് പറഞ്ഞ കാലം തൊട്ട് കേൾക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് ഉള്ള ആളുകൾ തന്നെ പത്രക്കാരൊക്കെ ചോദിക്കുമ്പോൾ അതെയോ അങ്ങനെ ഒരു പ്രശ്നം സിനിമയിലുണ്ടോ, ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളൊരു വളരെ പരിഹാസപരമായിട്ടായിരുന്നു ഒരുപാട് ആളുകൾ അത്തരം പരാതികൾ WCC അംഗങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ കണ്ടത്. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ കണ്ട പത്രസമ്മേളനത്തിൽ പോലും കാണിച്ചിട്ടുള്ള നാടകങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇത്ര കാലം ജീവിച്ചാൽ സനിതേൻ്റെ യാത്രയിൽ സനിതയ്ക്കും ഇത്തരം ഏട്ടന്മാരെ കൺഫ്രണ്ട് ചെയ്തിട്ടല്ലേ നമ്മളിവിടെ എത്തിയത്. ഇങ്ങനെ മാത്രമല്ലേ അവരൊക്കെ പെരുമാറാറുള്ളൂ. ഈ ആണധികാരം സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ പേരിൽ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കുകയും ഈ ആണധികാരമാണ് അവസാന വാക്ക് എന്നാണ് അവർ സിനിമേൻ്റെ പ്രധാന കണ്ടൻറ് തന്നെ. അങ്ങനെയുള്ള കണ്ടൻറ്റുള്ള സിനിമയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പേരിൽ പരിഹാസമല്ലാതെ അല്ലെങ്കിൽ ഇതേപോലത്തെ അവഗണിക്കുക, ഈ പുച്ഛിക്കുക, ഇതൊക്കെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ഒരു തരിമ്പിനെങ്കിലും നീതിബോധം ഉണ്ടായിരുന്നെങ്കിൽ
മലയാള സിനിമ ഈ വിധം അധപ്പതിച്ച അവസ്ഥ ഇന്ന് ഈ റിപ്പോർട്ടിൽ കണ്ട വിധം നമുക്ക് പുറത്തു വരില്ലായിരുന്നു. ഇപ്പോൾ ഒരു വലിയ കുറ്റമായിട്ട് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പം അത് കംപ്ലീറ്റ് മലയാള സിനിമയെ ടാണിഷ് ചെയ്തു എന്നാണ്. ആകെ കൂടെ ഇത് മാന്യമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരെയും അത് മോശപ്പെടുത്തി എന്നാണ്. വേണമെങ്കിൽ ഇവിടുത്തെ എൻ്റെ വെല്ലുവിളിച്ചുകൊണ്ട് എത്ര ആണുങ്ങൾക്ക് വരാൻ പറ്റും? എൻ്റെ പേര് അതിലുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേര് വരും? ഇതിന് കൃത്യമായിട്ട് ഇത് നടപടിയെടുക്കണം, ഇതിനൊരു മുന്നോട്ട് പോക്ക് വേണം എന്ന് എത്ര പേര് പറയും? പിന്നെ ഇതിലെ എല്ലാ സ്ത്രീകളെയും അതുകൊണ്ട് തന്നെ ചാൻസ് കിട്ടുന്ന സ്ത്രീകൾ മുഴുവൻ ഇങ്ങനെ വിധേയപ്പെട്ടതുകൊണ്ടാണ് എന്നതിനർത്ഥമുണ്ട്? ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഇതല്ലാത്ത എത്രയോ സിനിമകൾ നടക്കുന്നുണ്ട് എന്നും മാന്യമായിട്ട് ജോലി ചെയ്യുകയും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധങ്ങൾ അതുപോലെയാണ് എന്ന് പറയുന്ന എല്ലാ ഭാഗങ്ങളിലും അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴി മലയാള സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ടാണിഷ് ചെയ്തിട്ടില്ല. ആരെങ്കിലും ടാണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മസംയമനം പാലിക്കാൻ അറിയാത്ത സ്ത്രീകളെ കണ്ടാൽ ഇതുപോലെ അപമര്യാദയായിട്ട് പെരുമാറാം, അവരെ ഇതേപോലെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ടാക്കിയ ടാണിഷ് മാത്രമേ മലയാള സിനിമയ്ക്കുള്ളൂ. ഇത് ഒക്കെ പുറത്തു കൊണ്ടുവന്നവരോ സ്വന്തം വിഷമങ്ങൾ കരഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞവരൊന്നും മലയാള സിനിമയെ ടാണിഷ് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. കാരണം റിപ്പോർട്ടിൽ പല ഭാഗങ്ങളിലാണ് ഇത് ജനറലൈസ് ചെയ്യുന്നില്ല, ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ടു ഓൾ എന്ന എല്ലാ ഭാഗങ്ങളിലും അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത എത്രയോ പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട്, എത്രയോ ഡയറക്ടേഴ്സ് ഉണ്ട്, എത്രയോ മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ട് എന്നൊക്കെ ആ ഭാഗങ്ങളൊക്കെ എന്ന് സ്ത്രീകൾ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അവനവൻ ചെയ്യുന്ന കുറ്റത്തിനെ വേറെ ആരുടെയെങ്കിലും പേരിലാക്കുകയും ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും സക്സസ്ഫുള്ളായ എല്ലാ സ്ത്രീകളും ഈ വിധത്തിലാണ് വന്നത് എന്നൊന്നും റിപ്പോർട്ടിന് അർത്ഥമില്ല. ഇവിടെ ഇനി പോട്ടെ, അവർ പറയുന്ന എല്ലാവരും അല്ല, ഒരാളുണ്ടോ, ഒറ്റ ആൾ. ഇനിയിപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്ര സ്ത്രീകൾ പറഞ്ഞു എന്ന് അറിഞ്ഞൂടെ? അവർ സെലക്ട് ചെയ്ത് കൊണ്ടുപോയ കുറച്ച് പേരാണ് പറഞ്ഞത് ഒക്കെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ ഒരാളുണ്ടെങ്കിൽ എന്താണ് ഈ യൂണിയനുകൾ അതിനു വേണ്ടി എടുത്ത നടപടി? ഇവിടെ ഒരാളുടെ പേരിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇത് ഈ ഇൻഡസ്ട്രിയിൽ നടക്കില്ല എന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ അവർ? അങ്ങനെയാണെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ഒരു IC ഫോം ചെയ്യായിരുന്നല്ലോ. എത്ര സിനിമയിൽ IC ഉണ്ട്, എത്ര സംഘടനകൾക്ക് IC ഉണ്ട്. അപ്പോൾ പിന്നെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർ തന്നെ ഇപ്പോൾ ഈ സൈലൻസും ഈ പുറംതിരിഞ്ഞ് നിൽക്കലും ക്യാമറയോടുള്ള ഷൗട്ടിങ്ങും ഒക്കെ അവനവനെ തന്നെ വെളിപ്പെടുത്തി അവനവൻ്റെ സാംസ്കാരിക പാപ്പരത്വം എല്ലാവരുടെ മുമ്പിലും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇപ്പം ചെയ്യുന്നത്. റിപ്പോർട്ടിനെ പറ്റിയിട്ട് ചോദിച്ചപ്പം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഒരു യുവനടൻ പറഞ്ഞത് 100-200 പേജുള്ള എന്തോ ഒരു പരിപാടി വന്നിട്ടുണ്ടല്ലോ എന്നാണ്. വേറൊരാൾ പറഞ്ഞത്, ചോദിച്ചത് ഹേമ കമ്മീഷനെ പറ്റിയിട്ടാണ്, പക്ഷെ ഉത്തരം പറഞ്ഞത് മമ്മൂക്കയും ലാലേട്ടനുമൊക്കെ സെറ്റിൽ ഞങ്ങളോട് വളരെ സൗഹൃദത്തിലാണെന്ന്. ഈ വിനയ് ഫോർട്ട് ആട്ടം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കുകയും അതിൻ്റെ കേമത്തരം എല്ലാ സ്ഥലത്തും പറയും, അത് അത്രയും അർഹിക്കുന്ന കേമത്തരം ഉണ്ട് സിനിമയ്ക്ക്. അതിൻ്റെ സട്ടിലായിട്ട് ഈ ജെൻഡർ പൊളിറ്റിക്സ് ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞ വേറൊരു സിനിമയില്ല. അതിൻ്റെ അവർ ടീമായിട്ട് നിന്നതും അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഘം ആൾക്കാർ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് നാഷണൽ അവാർഡ് വരെ പോയി എത്തിക്കുകയും ചെയ്ത ഏറ്റവും സന്തോഷ നിമിഷത്തിലാണ് വിനയ് ഫോർട്ട് പോലെ സുഹൃത്താണ്. വിനയ് ഫോർട്ട് ഈ പറഞ്ഞ മറ്റ് താരജാടകളില്ലാത്തൊരാളാണ്. അങ്ങനെ ഒരാളെ കൊണ്ട് പോലും ഈ വിധം കളിയാക്കുന്നത് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് കണ്ണീരുകൊണ്ട് എഴുതിയതാണ് എന്ന് മറ്റാരെക്കാളും അറിയാവുന്ന ഒരു സിനിമയുടെ ഇൻസൈഡറിന് അങ്ങനെ പറയാൻ പറ്റിയെങ്കിൽ അത് കൃത്യമായിട്ട് ഇതിൻ്റെ നേരെയുള്ള റിഫ്ലക്ഷനാണ്. ഇങ്ങനെയാണ് ഈ പാട്രിയാർക്കൽ ഹെജമണി ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം വിനയ് ഫോർട്ടിന് കുറ്റം പറയാൻ പറ്റില്ല. വിനയ് ഫോർട്ടോ മറ്റോ ഇത് വളരെ ഗംഭീരമാണ് എന്ന് പറഞ്ഞാൽ നാളെ വിനയ് ഫോർട്ടിന് അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല, വിനയ് ഫോർട്ടിന് ചാൻസ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. വിനയ് ഫോർട്ട് അവിടെ നിന്നുകൊണ്ട് ചെയ്യേണ്ട ദൗത്യം തന്നെയാണ് ചെയ്തത്. എന്താണോ വിനയ് ഫോർട്ട് ആ സിനിമയിൽ ചെയ്ത വേഷം അത് തന്നെ അയാൾ എനാക്ട് ചെയ്യായിരുന്നു ജീവിതത്തിൽ. ആട്ടത്തിൽ എങ്ങനെയാണ് ആ പാട്രിയാർക്കൽ ഏജൻസി മേലേക്ക് കയറി വരുമ്പം ആൾക്കാർ പെരുമാറുക, അത് ഏറ്റവും അടുത്ത നമ്മളെ കാമുകയാണെങ്കിൽ പോലും എങ്ങനെയാണ് പാട്രിയാർക്കൽ ഏജൻസി പണിയെടുക്കുക, അത് തന്നെയാണ് അങ്ങനൊരു ചോദ്യം ചോദിച്ചു. പിന്നീട് വിനയ് ഫോർട്ടിൻ്റെ ഒരു ഒട്ടും ആത്മാർത്ഥമല്ലാത്ത ഒരു ക്ഷമാപണം കണ്ട്, അത് ആദ്യത്തതിലും
കൂടുതൽ അരോചകമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഉത്തരവാദിത്വത്തോടു കൂടി 232 പേജ് വായിച്ചിട്ട് വിനയ് ഫോർട്ട് ഒരു മറുപടിയായി വരും എന്നാണ്. ഇനിയുണ്ടല്ലോ സമയം, അപ്പോൾ വായിച്ച് അതിൻ്റെ ഉത്തരവായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ, നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ, ക്ലാസ്മേറ്റ്സിൻ്റെ ഗ്രൂപ്പ്, ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ദ വേൾഡ് ഈസ് വാച്ചിങ് എന്ന് നമ്മൾ അറിയാണ്. അതിലൊരു ശരി നടന്നു എന്ന മട്ടിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ, ഇത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പല സ്ത്രീകളും വിളിക്കുക, ഈ കാര്യങ്ങൾ പറയാം. മറ്റൊരു ആക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് ആക്സസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, അവരെയൊക്കെ അറിയിക്കണം എന്ന് പറയാം. അവർ നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആകെയുള്ളൊരു ബുദ്ധിമുട്ട്, നമ്മളൊരു വലിയ ടോൾ ക്ലെയിം വെക്കുന്ന പോലെയാണ്. ഇതെല്ലാം സാധ്യമാക്കിയത് WCC ആണ് എന്നല്ല, സാധ്യമാക്കിയത് അവനവൻ വീട്ടിൽ പോലും പറയാത്ത, ഉറങ്ങുന്നതിന് മുമ്പേ ഒരിക്കൽ പോലും ഒരു റിഫ്ലക്ഷനായിട്ട് പോലും തിരിച്ചു പോകാൻ ഇഷ്ടമില്ലാത്ത ആ മുഹൂർത്തങ്ങൾ നേരിട്ട് പറയുകയും, കഴിഞ്ഞ ദിവസം പാർവതി പറഞ്ഞു, അത് വീണ്ടും വായിച്ചു കേട്ടിട്ട് മൊഴി, അതൊരു വലിയ എക്സസൈസാണ്. അത് ഭയങ്കര ട്രോമാറ്റിക്കാണ്. അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത, ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിച്ച് പറയാന്ന് പറയുന്നത്, അത് അടയാളപ്പെടുത്തും വരെ. അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്. അത് ഈ WCC എന്ന് പറയുന്നത് ഒരു വികാരത്തിൻ്റെ പേരാണെങ്കിൽ ഞാൻ വലിയ സന്തോഷത്തോടെ അതെടുത്ത് അണിയുകയും ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയ്യാത്ത ഒരു രോഗിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, അപ്പോൾ ഈ സ്ത്രീയെ അവർക്ക് എന്തോ കിഡ്നിക്ക് പ്രശ്നമാണ്, എവിടെ ഈ WCCക്കാർ, ഇവർക്ക് ആ മറ്റേ നടിയുടെ കാര്യമേ അറിയുള്ളൂ എന്നൊക്കെ പറയുമ്പം ഒരുപാട് കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ടത് കൊണ്ട് അങ്ങനെയുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യുകയും അവരെ കൂടെ നിൽക്കുകയും അവരെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഒരിക്കൽ പോലും WCCയിൽ ആരും ഇത് കേട്ട് സഹി കെട്ടിട്ട് ഞങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതേ ഇല്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതായിരുന്നു കാരണം അപ്പോഴും WCC ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയൊരു ദൗത്യത്തിൻ്റെ ഒരു ഭാഗം ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മുന്നോട്ടെങ്ങനെ പോകും എന്ന് വാസ്തവത്തിൽ നമ്മൾ നേരത്തെ കൂടെ നിന്ന് സഹകരിച്ച കുറേ ലോയേഴ്സ് ഉണ്ട്. ആരും പണം വാങ്ങാതെ നമുക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായിട്ടുള്ള അവസാനത്തെ ലോയർ പോലും അങ്ങനെയായിരുന്നു. അങ്ങനെ നിന്ന ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഈ ഫെമിനിസ്റ്റ് ആസ്പിറേഷൻ പങ്കുവെക്കുന്ന മുഴുവൻ ആൾക്കാരും ഉണ്ട്. അത് ഒരു സംഘടനയുടെ ഭാഗമായവരും അതല്ലാത്തവരും ഉണ്ട്. അവരെല്ലാവരും അത് ഈ വികാരം അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ നിലയ്ക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എന്ന് തോന്നുന്നു. പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം എവിടെയും WCC എന്ന പേര് ഉച്ചരിച്ച് കണ്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും അവർ തുടങ്ങി വെച്ചെടുത്തെന്നാണ് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്തി നിൽക്കുന്നത്. മറന്നുപോയതായിരിക്കും എന്ന് വിചാരിക്കാനാണ് നമുക്ക് താല്പര്യം. കാരണം മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതാണല്ലോ, നമ്മളാണല്ലോ അവിടെ പോയിട്ട് പരാതി കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്രസമ്മേളനത്തിലെ ആ പേരിനെ മറക്കാൻ പറ്റുള്ളൂ, ആ പേര് റദ്ദാക്കാൻ പറ്റില്ല. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയായിട്ട് നാളത്തെ റിസർച്ച് സ്കോളേഴ്സ് എടുത്ത് വായിച്ച് പഠിക്കാൻ പോകുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ പേരുണ്ട്.